അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വിക്ക് റിവിഷൻ സെക്ഷൻ ആണ്. അതായത് നമുക്കിപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫുൾ സീരീസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എൻറ്റയർ സെക്ഷൻസ് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്തു, പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു, മോക്ക് ടെസ്റ്റ് ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി നാളെ നമുക്ക് എന്താണ് എക്സാമിനേഷൻ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഗോ ത്രൂ വിത്ത് ഓൾ ദി ടോപ്പിക്സ് മാത്രമാണ് ഇന്ന് സെക്ഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഒരു ഉച്ചയ്ക്ക് 2:30 ചൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ഒരു സമയം ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ പഠിക്കുന്ന സമയമാണ്, നൈറ്റ് നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. അപ്പം ലാസ്റ്റ് ആ ഒരു സമയം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് കേട്ട് പോവാം കാര്യങ്ങളൊക്കെ. ഓൾറെഡി 2 റിവിഷൻ സെക്ഷൻ പോയിന്റ് വൈസ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ ഇങ്ങനെ പോവാണ്. കാരണം നമ്മൾ സാധാരണ ലൈവ് സെക്ഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് എൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ അങ്ങനെ പോവുക ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇവിടെ ആപ്ലിക്കേഷനിലുണ്ട്, അതൊന്ന് നോക്കി പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക് ടൂൾസ് എന്ന് പറയുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ രീതിയിൽ ഈ പറയുന്ന സ്റ്റീൽ റൂള്, അതുപോലെ വൈസ്, ഹാമർ, പഞ്ച് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട്. ഇപ്പൊ നമ്മൾ ബേസിക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ലെങ്ത് മെഷർമെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഒരു ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ് മീറ്റർ ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ക്ലിയർ, അക്കോർഡിംഗ് ടു IS ഇന്റർനാഷണൽ സിസ്റ്റം യൂണിറ്റ്സ് മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെങ്ത് മെഷർമെന്റിന് യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് സെന്റിമീറ്റർ, മില്ലിമീറ്റർ തുടങ്ങിയൊക്കെ എന്താണ് അതിന്റെ സബ് യൂണിറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് മെഷർമെന്റ് ആൻഡ് വൈ എന്നുള്ളതാണ് വെച്ചല്ലേ. ഇപ്പൊ മില്ലിമീറ്റർ, ബിക്കോസ് ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ ഡയമെൻഷൻ ക്യാൻ ബി സീറ്റഡ് ഓൺ ഇറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, മീറ്റർ നിങ്ങൾ അവിടെ പോയി ആൻസർ ചെയ്യരുത്. അവിടെ എന്താണ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് mm ആണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നമുക്ക് സ്റ്റീൽ റൂൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു മെഷർ ഡയമെൻഷൻ ഓഫ് വർക്ക് പീസ് ആണ്. അവിടെ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റീൽ റൂൾ ഈസ് മെയിൻലി യൂസ് ടു മെഷർ ലെങ്ത്, ഡെപ്ത് ആൻഡ് തിക്നെസ് ഓഫ് ദി ഒബ്ജക്ട് വർക്ക് പീസ് ആക്യുറേറ്റ്ലി. ബേസിക് മെഷർ ഇൻസ്ട്രുമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ ആക്യുറസി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അതിന്റെ മെറ്റീരിയൽ ചോദിക്കാറുണ്ട്. സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.5 mm ആണ്, അല്ലെങ്കിൽ 1/64 ഇഞ്ച് ആയിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൃത്യമായി ഓർത്തിരിക്കണം. 1/64 ഇഞ്ചോ 1/64 ഇഞ്ചോ അതല്ല എങ്കിൽ 0.5 mm നിങ്ങൾക്ക് എന്തായിട്ട് വരാം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രിക്കോഷൻ ടു ബി ഫോളോഡ് വിത്ത് ടേക്കിംഗ് ദ റീഡിംഗ് യൂസിങ് സ്റ്റീൽ റൂൾ എന്നൊരു ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? റീഡ് വെർട്ടിക്കലി ടു അവോയ്ഡ് പാരലാക്സ്. അത് നമ്മൾ നേരെ നോക്കിയില്ലെങ്കിൽ, നമ്മൾ ശരിയാണ് നോക്കുന്നതെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റീഡിംഗ് കിട്ടില്ല അല്ലെ. നമ്മുടെ മെഷർമെന്റ് ചിലപ്പോൾ പാരലാക്സ് എറർ വഴി വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും റീഡിംഗ് വെർട്ടിക്കലി ആയിരിക്കണം. ദിസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ നമുക്ക് അറിയണം ടൈപ്പ് ഓഫ് സ്റ്റീൽ റൂളുകൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് സ്റ്റീൽ റൂൾ ഉണ്ട്, നാരോ സ്റ്റീൽ റൂൾ ഉണ്ട്, ടാപ്പേഡ് സ്റ്റീൽ റൂൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് സ്റ്റീൽ റൂൾ ഉണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് മെഷർ ഡെപ്ത് ഓഫ് നാരോ കീവേസ് ആൻഡ് ബ്ലൈൻഡ് ഹോൾസിൽ നമ്മൾ നാരോ സ്റ്റീൽ റൂളുകളാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. കാരണം ടാപ്പേഡ് റൂൾ ഇവിടെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് എവിടെയാണ് ടാപ്പർ വരുന്നത്. ഓക്കെ, അപ്പം 1/2 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് ടു 1/8 ഇഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ നാരോ കൃത്യമായി വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് അറ്റ് 1/2 ഇഞ്ച് വിത്ത് ആൻഡ് ടാപ്പ് ഈസ് ടു 1/8 ഇഞ്ച് എന്നാണ്. ഓക്കെ, ക്ലിയർ. അതായത് ടൈറ്റ് സ്പോട്ടുകൾ നമുക്ക് മെഷർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടാപ്പേഡ് സ്റ്റീൽ റൂളുകൾ യൂസ് ചെയ്യാം. വാട്ട് കെയർ ഷുഡ് ബി ടേക്കൺ ഫോർ ദ ലോങ് ലൈഫ് ഓഫ് സ്റ്റീൽ റൂൾ എന്നുള്ളത് വന്നിട്ടുണ്ട്. എന്താണ്? അപ്ലൈ ഓയിൽ വെൻ നോട്ട് ഇൻ യൂസ്, ഡു നോട്ട് യൂസ് വിത്ത് കട്ടിംഗ് ടൂൾസ് എന്നുള്ളതാണ് കൃത്യമായ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ പഞ്ചസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് സെന്റർ പഞ്ച് ഉണ്ട്, ഡോട്ട് പഞ്ച് ഉണ്ട്. സെന്റർ പഞ്ച് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സാധാരണഗതിയിൽ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡ്രില്ലിംഗ് പോയിന്റുകൾ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് സെന്റർ പഞ്ച് യൂസ് ചെയ്യുന്നത്. ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത് 60 ഉണ്ട്, 30 ഉണ്ട്. 30 എന്ന് പറയുന്നത് ഡിവൈഡർ പോയിന്റിനും 60 എന്ന് പറയുന്നത് വിറ്റ്നസ് മാർക്കുകൾക്ക് വേണ്ടിയും യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. പിന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ് ഹാമർ എന്ന് പറയുന്നത്. എഞ്ചിനീയേഴ്സ് ഹാമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിന്റെ സ്ട്രൈക്കിംഗ് പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫേസ് ആണ്. ടോട്ടൽ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? അതിന്റെ ചിക്ക് പോർഷനിലാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, പീൻ എന്ന് പറയുന്നത് അതിന്റെ ഫോമിംഗ് പോർഷൻ ആണ്, അതിന്റെ
ഫോമിംഗ് പോർഷൻ ആണ് അതിന്റെ പീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഐ ഹോൾ ഇൻ എ ഹാമർ? എന്തിനു വേണ്ടിയിട്ടാണ്? ഹാൻഡിലിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഹോൾ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ടോട്ടൽ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നതിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? ചീക്കിലാണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. വിച്ച് ഷേപ്പ് ഓഫ് പീൻ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ജനറൽ വർക്ക്ഷോപ്പ് ടാസ്കുകൾ എന്ന് പറയുന്നത് ബോൾ പീൻ ഹാമർ ആണ് യൂസ് ചെയ്യുക. കൃത്യമായി ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഹാമർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻഡ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. 250 ഗ്രാംസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. കാരണം 125 തൊട്ട് 1500 വരെ വേരി ചെയ്യാം ഇൻ സം ടെക്സ്റ്റ് ബുക്ക്. 125 തൊട്ട് 750 വരെ വേരി ചെയ്യാം ഇൻ സം ടെക്സ്റ്റ് ബുക്ക്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുള്ളത് മാർക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഹാമേഴ്സിന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ്. അത് 250 ഗ്രാം ആണ്. നെക്സ്റ്റ്, എഞ്ചിനീയേഴ്സ് ഹാമർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എഞ്ചിനീയർ ഹാമർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ ആണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ, ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഹാമറിന്റെ ഹാൻഡില് വുഡൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് വുഡൻ ഉണ്ടാക്കിയിരിക്കുന്നത്? ടു അബ്സോർബ് ഷോക്ക് ആണ്. ടു അബ്സോർബ് ഷോക്ക് ആണ്. ടു അബ്സോർബ് ഷോക്ക് ആണ്. ഓക്കെ, നമ്മുടെ ഈ സെക്ഷന്റെ പേര് ക്വിക്ക് റിവിഷൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ റിവിഷൻ വേണ്ടവർ ക്ലാസ്സുകളിലേക്ക് പോവുക. ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് തലേദിവസമായി, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ബിഫോർ യൂസിങ് ഹാമർ? ഏതാണ്? ചെക്ക് ക്രാക്സ് ആൻഡ് ലൂസ് ഹാൻഡിൽ. കാരണം എന്തെങ്കിലും ചെറിയ ക്രാക്കുകൾ ഉണ്ടെങ്കിലോ ഹാൻഡിൽ എന്തെങ്കിലും ലൂസൺ ഉണ്ടെങ്കിലോ എന്ത് ചെയ്യും? അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇമ്പാക്ട് കൊടുക്കാൻ പറ്റില്ല. ഹൗ ഈസ് എഞ്ചിനീയർ ഹാമർ സ്പെസിഫൈഡ്? ബൈ വെയിറ്റ് ആൻഡ് പീൻ ഷേപ്പ് ആണ്. മനസ്സിലാക്കി വെക്കുക. ബൈ വെയിറ്റ് ആൻഡ് പീൻ ഷേപ്പ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു എഞ്ചിനീയർ ഹാമറിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ബേസിക് ടൂൾസിൽ പിന്നെ നമുക്ക് ഹാക്സോ ആണ്. ഹാക്സോ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ ലോ അലോയ് സ്റ്റീൽ കൊണ്ടോ മാനുഫാക്ചർ ചെയ്യാം. അതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് 250 ആൻഡ് 300 ഗ്രാംസ് ആണ്. മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഫൈൻ, കോഴ്സ്, മീഡിയം, ആ 3 കാറ്റഗറിയും കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ യൂസിങ് ഓക്സി അസറ്റിൻ ഫ്ലെയിം? കാരണം ഞാൻ കൂടുതലായിട്ട് ഇനി വെൽഡിങ്ങിന്റെ പോർഷൻസിലേക്ക് പോവാണ്. വെൽഡിംഗ് ഏരിയയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ഓക്സി അസറ്റിൻ ഫ്ലെയിം ഇൻ ഗ്യാസ് വെൽഡിംഗ് പ്രോസസ് എന്നുള്ളതാണ്. എന്താണ്? ടു പ്രൊവൈഡ് ദ ഹൈസ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് ഇന്റൻസിറ്റി എന്നുള്ളതാണ് ഓക്സി അസറ്റിൻ ഫ്ലെയിമിന്റെ പ്രത്യേകത. കാരണം 3100 തൊട്ട് 3300 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ആവറേജ് ആയിട്ട് 3200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എവിടെയാണ് ഉണ്ടാവുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടു ഇന്നർ കോൺ ആണ് അല്ലെ, അതായത് ടിപ്പിന്റെ തൊട്ടപ്പുറയാണ് മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, വിച്ച് ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ സൂട്ടബിൾ ഓൺലി ഫോർ ബ്രേസിംഗ്, സിൽവർ സോൾഡറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ ഗ്യാസ് കട്ടിംഗ്? വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്സി ഹൈഡ്രജൻ ഫ്ലെയിം ദിസ് ഓപ്ഷൻ. കാരണം അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ഓർത്തിരിക്കുക 2400 തൊട്ട് 2700 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് കോമ്പിനേഷൻ ഗീവ്സ് ദ ലോവസ്റ്റ് ഫ്ലെയിം ടെമ്പറേച്ചർ? ഏതാണ്? എയർ അസറ്റിലിൻ ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത് 1825 തൊട്ട് 1875 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഓക്സി അസറ്റിൻ ഫ്ലെയിം വെൽഡിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ട്. എന്താണ്? വെൽഡിംഗ് ഫെറസ്, നോൺ ഫെറസ് മെറ്റൽസ്, ഗ്യാസ് കട്ടിംഗ്, ബ്രേസിംഗ് തുടങ്ങിയവയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഓക്സി അസറ്റിൻ നോൺ ഫെറസിന് അത്ര എന്തെല്ലാം യൂസ്ഫുൾ അല്ല എന്നുള്ളതും വേറൊരു പ്രശ്നമുണ്ട്. കാരണം അത് വെൽഡിങ്ങിന് കുഴപ്പമില്ല. ഈ ഓക്സി അസറ്റിലിൻ കട്ടിങ് വരുന്ന സമയത്ത് വി ക്യാൻ യൂസ് നോൺ ഫെറസ് മെറ്റൽ. കാരണം അവിടെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്ന എഫക്ട് വെച്ചിട്ടാണ് ഈ ഗ്യാസ് കട്ടിങ് വെച്ചിട്ട് മെറ്റീരിയലിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് നോൺ ഫെറസ് പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്ലെയിം ഇൻ വെൽഡിംഗ് വി ക്യാൻ യൂസ് നോൺ ഫെറസ് മെറ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. വിച്ച് ഫ്യൂവൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജൻ ആസ് എ സപ്പോർട്ടർ ഓഫ് കമ്പഷൻ? ഏതാണ്? Instead of oxygen as a supporter of combustion, which fuel gas used? ഓക്കെ, ഫ്യൂവൽ ഗ്യാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അസറ്റിലിൻ ആണ്. ചെറിയൊരു പ്രശ്നം ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നോട്ട് ദിസ് പോയിന്റ്. ഓക്കെ, സാധാരണഗതിയിൽ ഓക്സി അസറ്റിലിൻ ഫ്യൂവൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത് അസറ്റിലിൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ ഇൻസ്റ്റഡിന്റെ ആവശ്യം ആക്ച്വലി ഇല്ല. വിച്ച് ഗ്യാസ് യൂസ് ആസ് എ സപ്പോർട്ടർ ഓഫ് കമ്പഷൻ? അല്ലെങ്കിൽ സപ്പോർട്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ. പക്ഷെ അവിടെ എന്താ പറയാ, എയർ അസറ്റിലിൻ എന്ന രീതിയിൽ വരാം. അവിടെ എയർ ആയിരിക്കും സപ്പോർട്ട്. ഓക്കെ, വിച്ച് ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് പർപ്പസ് ആൻഡ് കണ്ടെയ്ൻ മോസ്റ്റ് ആൻഡ് കാർബൺസ് എഫക്ട്സ് ഇൻ ദ ഫ്ലെയിം? ഏതാണ്? ഓക്സി ലിക്വിഡ് LPG അല്ലെ, അതായത് ഓക്സി LPG ആണ് നമ്മൾ എന്തിനു വേണ്ടി? ഹീറ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 2700 തൊട്ട് 2800 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ന് ഓർത്തിരിക്കാം. വിച്ച് ഗ്യാസ് ഫ്ലെയിം കോമ്പിനേഷൻ സൂട്ടബിൾ ഫോർ സിൽവർ സോൾഡറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ കട്ടിംഗ്? ഓക്സി കോൾ ഗ്യാസും ഓക്സി ഹൈഡ്രജനും പറ്റാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഓക്സി ഹൈഡ്രജൻ ഇവിടെ ഇല്ല. ഓക്സി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓക്സി ഹൈഡ്രജൻ ആണ്. അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എങ്ങോട്ട് പോകാം? ഓക്സി കോൾ ഗ്യാസ് എന്ന ഓപ്ഷനിലേക്ക് പോകാം. 1800 തൊട്ട് 2200 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്.
Which are the following zone in oxyacin flame known as hottest cone? ഏതാണ് just ahead of the inner cone ആണ്. Very important and most repeated question area. Okay, clear? What is the correct composition ratio of oxygen to acetylene for complete burning? 2.5:1 is the proper ratio. 2.5 ഓക്സിജനും 1 അസിറ്റിലും വേണം. അപ്പൊ ന്യൂട്രൽ ഫ്ലെയിമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1:1 ആണ് നമ്മുടെ ടോർച്ചിൽ നിന്ന് വരുന്നതെങ്കിൽ റിമൈനിങ് 1.5 ടേക്കൺ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, 1 ഫ്രം ടോർച്ച് ആൻഡ് 1.5 ഫ്രം എയർ. ദിസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ക്ലിയർ? Which zone in the oxyacetylene flame acts as protective region for the molten metal? Reducing zone ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അതിന്റെ പ്രൊട്ടക്റ്റീവ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. What happens during secondary combustion in the outer envelope of the flame? Oxygen react with hydrogen carbon monoxide to form CO2 and H2O. It's very important കാരണം സെക്കൻഡറി കമ്പഷൻ എന്ന് പറയുന്ന ഔട്ടർ എൻവലോപ്പിലാണ് സംഭവിക്കുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ആര് എടുക്കുന്നത്? നമ്മളെ ഓക്സിജൻ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? Outer envelope CO and H2 are the primary combustion react with oxygen from the atmosphere to form CO2 and H2O. Okay, clear? Clear? Okay. What is the role of the reducing zone in oxyacetylene flame? എന്താണ്? To protect molten metal by consuming atmospheric oxygen. കാരണം അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് റെഡ്യൂസിംഗ് സോൺ ആണ് എന്ന് ഓർത്തിരിക്കുക. Okay. Which of the following describe the appearance of neutral oxyacetylene flame? Inner cone, reducing cone and outer envelope. കാരണം എങ്ങനെയാണ് അതിന്റെ ഒരു ഡിഫറൻഷിയേഷൻ വരുന്നത്? കാരണം ഇങ്ങനെ ഒരു ചാർട്ട് വരച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ക്ലിയർ? Which type of oxyacetylene flame produced for equal proportion of oxygen acetylene in blow pipe? ഇത് ഓർത്തിരിക്കണം. ഓക്സിജൻ ആൻഡ് അസിഡിൻ ഇൻ ദ ബ്ലോ പൈപ്പ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ബ്ലോ പൈപ്പിൽ നിന്ന് വരുന്നത് 1:1 ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂട്രൽ ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിം. ഓക്കെ, which flame is recommended for welding metals like brass? Brass. Very 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 important. Oxidizing flame. Oxidizing flame. Clear ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്സിഡൈസ് ഫ്ലെയിം നോർമലി നമ്മളെല്ലാം തന്നെ ന്യൂട്രലൈസിംഗ് ഫ്ലെയിം വെച്ചിട്ടാണ് ചെയ്യുക. വളരെ ഇപ്പൊ കാർബറൈസിംഗ് ഫ്ലെയിമിന് നമ്മൾ എക്സസ് അസിഡ് കാർബറൈസിംഗ് അതായത് ഈ എന്താ പറയുക ലിൻഡേ വെൽഡിംഗ്, സ്റ്റെലൈറ്റ് തുടങ്ങിയതിന് വേണ്ടിയിട്ട് നമുക്ക് കാർബറൈസിംഗ് ഫ്ലെയിമും സാധാരണ എല്ലാ മെറ്റീരിയലും ന്യൂട്രൽ ഫ്ലെയിമും, ബ്രാസിന്റെ കേസിൽ മാത്രം ഓക്സിഡൈസിംഗ് ഫ്ലെയിം യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനെ കുറിച്ച് റീസൺസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. എന്തിന് വൈ വി ആർ റെക്കമെൻഡഡ് ഓക്സി മീൻസ് എന്താ പറയാ ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഫോർ ബ്രാസ് എന്ന് നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചതാണ്. അവിടെ എന്ത് വേണം? നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കണം അല്ലെ? ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലെയിം is most commonly used for general purpose gas welding? ഏതാണ്? ന്യൂട്രൽ ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിം. ഓക്കെ, which metal requires a carburizing flame for welding? ഏതാണ്? stellate. ഓക്കെ, which flame best suited for welding? Mild steel, cast iron, stainless steel and copper. ഏതാണ്? ന്യൂട്രൽ ഫ്ലെയിം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രാസ് എന്ന് പറയുന്നത് മാത്രമാണ് ഓക്സിഡൈസിംഗ് ഫ്ലെയിമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സ്റ്റെലൈറ്റുമായിട്ട് അല്ലെങ്കിൽ ലിൻഡേ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ എന്ത് റിലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കാർബറൈസിംഗ് ഫ്ലെയിം റിലേറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാം തന്നെ ന്യൂട്രൽ ഫ്ലെയിം ആണ് എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വെൽഡിംഗ് പ്രോസസ് യൂസസ് കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ് ആണ് ക്വസ്റ്റ്യൻ. കൺസ്യൂമബിൾ സ്റ്റിക്ക് ഇലക്ട്രോഡ്. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് കാർബൺ ആർക്ക് വെൽഡിംഗ്? കാർബൺ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്ലോ വെൽഡിംഗ് പ്രോസസ് ആണ്. നോട്ട് യൂസ് ഡിസ്അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നോട്ട് ഡിസ്അഡ്വാൻറ്റേജ്. ഇറ്റ് ക്യാൻ വെൽഡ് ഫെറസ് മെറ്റൽസ്. It uses costly shielding gas. It requires ultrasonic vibration. അപ്പം CO2 ആയി ബന്ധപ്പെട്ട് അതിന്റെ പ്രൈമറി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വളരെ ഒരു സ്ലോ വെൽഡിംഗ് പ്രോസസ് ആണ്. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സെപ്പറേറ്റ് ഫില്ലർ മെറ്റൽ വി നീഡ്. ഓക്കെ, which of the following method most suitable for thick plates and high production? ഏതാണ്? സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഫ്രം ദീസ് വെൽഡിംഗ്. അതായത് 4 ഓപ്ഷൻസിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുമായി ഏതാണ് കണക്ട് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് വേണം നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യാൻ. Which welding process uses continuously feed filler wire and carbon dioxide shielding? ഏതാണ്? CO2 welding. അപ്പൊ ഈ CO2 വെൽഡിംഗ് തന്നെയാണ്. CO2 വെൽഡിംഗ് ആൾസോ known as GMAW. കാരണം GMAW എന്ന് പറഞ്ഞ കോമൺ അംബ്രല്ല നെയിമിൽ വരുന്നതാണ് മിഗ് ആൻഡ് മാഗ് എന്ന് പറയുന്നത്. മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗും മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗും. മെറ്റൽ ആക്റ്റീവ് ആണ് CO2 വെൽഡിംഗ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, which process ideal for welding thin sheet metal and stainless steel? ഏതാണ്? TIG welding. അതായത് ideal for thin sheet metal and stainless steel നമുക്ക് from this option TIG welding will be the right answer. What is the major characteristics of plasma arc welding എന്ന് പറയുമ്പോൾ plasma arc welding പ്രത്യേകിച്ച് welding in narrow zone with deep penetration എന്നുള്ളതാണ് മനസ്സിലാക്കുക.
വിച്ച് വെൽഡിംഗ് ടെക്നിക് ഇസ് യൂസ് ഫോർ തിൻ ഷീറ്റ് സ്ലാബ് ജോയിന്റ് യൂസിംഗ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓക്സിയസ്റ്റിൻ അല്ല, പ്രൊജക്ഷൻ അല്ല, ഫ്ലാഷ് ബട്ട് അല്ല, സ്പോട്ട് വെൽഡിംഗ്. അപ്പൊ ഇവിടെ ഈ പ്രൊജക്ഷൻ വെൽഡിംഗ് ആക്ച്വലി എന്താണ് റെസിസ്റ്റന്റ് വെൽഡിംഗ് കാറ്റഗറിയിൽ വരാം. പക്ഷെ ഷീറ്റ് ലാപ്പിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്പോട്ട് വെൽഡിംഗ് വിൽ ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. Which welding process uses a chemical heat for joining large heavy section like rails? അപ്പൊ ഇവിടെ എന്താണ് തെർമിക് വെൽഡിംഗ് ആണ്, കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓർത്തിരിക്കുക, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ്? എന്താണ്, അതായത് നമുക്ക് ഇവിടെ ഫ്രിക്ഷൻ വഴിയാണ്, കാരണം ഇപ്പൊ ഏത് വെൽഡിംഗ് കേസ് നിങ്ങൾ എടുത്താലും വാട്ട് വെൽഡിംഗ്, ഇവിടെ ഒക്കെ നമുക്ക് എന്ത് വേണം, ഹീറ്റ് വേണം. ഈ ഹീറ്റിന് നമുക്ക് ഡിഫറെന്റ് സോഴ്സസ് വേണം. ഈ ഡിഫറെന്റ് സോഴ്സ് മാറുന്നതിനനുസരിച്ചാണ് നമ്മൾ വെൽഡിങ്ങിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ജോയിനിങ് ബൈ ജനറേറ്റിംഗ് ഹീറ്റ് വയ ഫ്രിക്ഷൻ ബിറ്റ്വീൻ സർഫേസസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്? എന്താണ്, ഒരു ഇലക്ട്രോൺ വർക്ക് പീസിന് ഇലക്ട്രിക് ആർക്ക് ക്രിയേഷൻ ആണ് ഇവിടുത്തെ ഹീറ്റിന്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദ ഫ്ലക്സ് കവേർഡ് ഓൺ ദ ഇലക്ട്രോഡ് പ്ലേ ഇൻ SMAW? എന്താണ് വരിക? ഇറ്റ് ഷീൽഡ് ദ മോൾട്ടൺ വെൽഡ് പൂൾ ആൻഡ് ആഡ് എലമെന്റ് ടു ദ വെൽഡ്. കാരണം ഈ ഫ്ലക്സ് കവറിംഗ് SMAW കേസിൽ നമ്മൾ ഈ ഇലക്ട്രോഡിൽ തന്നെ ആയിരിക്കും ഫ്ലക്സ് കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതാണ് ഫ്ലെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, മെൽറ്റ് ചെയ്തിട്ട് ഒരു സ്ലാഗ് ആയിട്ട് മാറുന്നത്. ആ സ്ലാഗ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെൽഡ് പൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്? അപ്പൊ ഇവിടെ നോക്കുക, ഹൈ ഡിപ്പോസിഷൻ റേറ്റ്, കാനോട്ട് വെൽഡ് ഇൻ ഫീൽഡ് പൊസിഷൻ, യൂസ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. കാരണം ഇവിടെ ഡിസ്അഡ്വാൻറ്റേജ് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ബന്ധപ്പെട്ടതാണ്. കാരണം ഇവിടെ സ്ലാഗ് ഇൻക്ലൂഷൻ വരുന്നുണ്ട്, ഹൈ സ്കിൽ റിക്വയർമെന്റ് വേണം, കാരണം മാനുവലി ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ്. ഓക്കെ, സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ആവശ്യമായി വരുന്നു. വാട്ട് ഈസ് എ ബട്ട് വെൽഡ്? കാരണം നമ്മൾ രണ്ട് മെറ്റീരിയലിനെ ഇങ്ങനെ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഇങ്ങനെ വെച്ചിട്ട് എൻഡ് ടു എൻഡ് വെൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, which weld type is done at 90 degree angle between two surfaces? Fillet weld will be the right answer. What is referred to as weld reinforcement? Middle above the plate surface or meter surface is known as weld reinforcement or weld reinforcement. What is the function of a ഫ്ലാഷ് ബാക്ക് അറസ്റ്റർ? കാരണം സിലിണ്ടറിലേക്ക് ഒരു ബാക്ക് ഫയർ എത്തുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫ്ലാഷ് ബാക്ക് അറസ്റ്ററിന്റെ പ്രാഥമിക കർത്തവ്യം. ഓർത്തിരിക്കുക. വാട്ട് ഈസ് ദ gas rubber hose pipe used for carrying gases from regulators to torch is the prime concern. Which device regulates the gas pressure in cylinders? Gas pressure regulator regulate ചെയ്തോളും. കാരണം ഇവിടെ കേബിളിലേക്ക് ഫ്ലാഷ് ബ്രേക്കർ ഹോസ് ഗ്യാസ് ഹോസ് പൈപ്പ് ഒന്നും ആൻസർ ആയിട്ട് എന്തായാലും പറ്റില്ല. വാട്ട് ഡസ് ദ ടൈം ടോയ് ഓഫ് ദ വെൽഡ് റെഫേഴ്സ് ടു? ടോയ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു വെൽഡ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള വെൽഡ് ടോയ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പോയിന്റിൽ മുട്ടുന്നതാണ്, അല്ലെ? എഡ്ജ് പോയിന്റ് റെയിൻഫോഴ്സ്മെന്റ് മീറ്റ്സ് ബേസ് മെറ്റൽ, നമുക്ക് ടോയ് എന്ന് പറയാം. ഇനി ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ടോയ് പോയിന്റ്സ് എന്ന് ഓർമ്മിക്കുക. What is an arc welding cable used for? To carry current to the electrode is the primary function of arc welding cable. What is the role of electric holder in arc welding? Holds the electrode in position. കൃത്യമായി ഓർത്തിരിക്കുക. What is the role of electrode holder in arc welding? Holds the electrode in position. Which type of welding is referred to SMAW? Sheet metal arc welding. കാരണം SMAW ഫുൾ ഫോം മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ സംബന്ധിച്ചിട്ട് ആർക്ക് വെൽഡിംഗ് ആണെന്ന് ഒരു സംശയം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാർക്ക് ആ വഴിക്ക് അങ്ങോട്ട് പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കയറി വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ നോട്ട് എ ബേസിക് ടൈപ്പ് ഓഫ് വെൽഡ് ജോയിന്റ്? അതായത് ലാപ്പ്, എഡ്ജ്, കോർണർ ഒക്കെ എന്താണ് ബേസിക് ടൈപ്പ് തന്നെയാണ്. ഗ്രൂവ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ബട്ട് ജോയിന്റ് എന്ന് പറയുന്നവരാണ്. അപ്പൊ ബേസിക് ടൈപ്പ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഗ്രൂവ് ജോയിന്റ് എന്ന് പറയാറില്ല. ഓക്കെ, ക്ലിയർ. അപ്പൊ ബട്ട്, കോർണർ, ലാപ്പ്, ടി ആൻഡ് എഡ്ജ് ആണ് കൃത്യമായ പേരുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബട്ട് വെൽഡ് ആൾസോ? കാരണം ഗ്രൂവ് വെൽഡ് എന്ന് ഇത് പറയുന്നത് ബട്ട് വെൽഡിന് തന്നെയാണ്. ബട്ട് ഈ ഒരു കേസിൽ അതായത് അപ്രോപ്രിയേറ്റ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം മൾട്ടിപ്പിൾ ആൻസേഴ്സ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ അവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏത് എന്നതിലേക്ക് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ റൂട്ട് ഗ്യാപ്പ് ഇൻ വെൽഡിംഗ് ടെർമിനോളജി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്സ് ടു ബി ജോയിൻ, അല്ലെ? അതായത് നമ്മൾ രണ്ട് വെൽഡിനെ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിലുള്ള ഏറ്റവും നിയറസ്റ്റ് ഡിസ്റ്റൻസ് അറിയപ്പെടുന്ന പേരാണ് റൂട്ട് ഗ്യാപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ നമ്മൾ ബിബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് രണ്ട് മെറ്റൽ പീസുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ആണ്. ഇതും ഡിസ്റ്റൻസ് ആണ്, ഇതും ഡിസ്റ്റൻസ് ആണ്. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റൽ പ്ലേറ്റ്സ് ഈസ് നോൺ ആസ് റൂട്ട് ഗ്യാപ്പ് എന്ന് ഓർത്തിരിക്കുക.
നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലെഗ് ലെങ്ത് ഇൻ എ ഫില്ലറ്റ് ജോയിന്റ് ഡിസ്റ്റൻസ് ഫ്രം ടോയ് ജംഗ്ഷൻ ടു ടോയ്? ജംഗ്ഷൻ ടു ടോയ് ആണ് നമ്മുടെ ലെഗ് ലെങ്ത്. ജംഗ്ഷൻ ടു ടോയ്, ജംഗ്ഷൻ ടു ടോയ് ഈസ് നോൺ ആസ് ലെഗ് ലെങ്ത്. വാട്ട് ഈസ് ദ ഹീറ്റ് എഫക്റ്റഡ് സോൺ? അതായത് നമ്മൾ ഇത്രയും ഹീറ്റ് ഒരു മെറ്റീരിയലിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഹീറ്റ് അപ്പ് ഇൻ ദ സറൗണ്ടിങ് ഏരിയ. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിക്കൽ പ്രോപ്പർട്ടീസിൽ നല്ല മാറ്റങ്ങൾ വരും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വെൽഡ് ചെയ്യുന്നു, വെൽഡ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമാണ് നമ്മൾ ഹീറ്റ് കൊടുത്തതെങ്കിലും ഈ ഒരു ഏരിയയിലേക്കും കൂടെ ഈ ഹീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുകയും ഇവിടെയൊക്കെ ഇതിന്റെ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരികയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത് ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹീറ്റ് എഫക്ട് സോൺ ഇസ് എ പാർട്ട് ഓഫ് ബേസ് മെറ്റൽ സ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ഹാവ് ബീൻ അൾട്ടേർഡ് ബൈ ബട്ട് നോട്ട് മെൽറ്റഡ്. അതായത് മെൽറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടുത്തെ അതിന്റെ പ്രോപ്പർട്ടീസിൽ കാര്യമായി മാറ്റുന്നു. വാട്ട് ഈസ് മീൻ ബൈ റൂട്ട് ഇൻ വെൽഡിംഗ് ടെർമിനോളജി? ദ പോർഷൻ വേർ ടു മെറ്റൽ പീസ് ആർ നിയറസ്റ്റ് ടു ബി joined is known as root. Root അത് നമ്മളുടെ ഗ്യാപ്പ് റൂട്ട്. What is the purpose of sealing run in welding? Deposit root done after completion. Very 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 important keyword, you have to remember this. സീലിംഗ് റൺ, സീലിംഗ് റൺ. കാരണം സീലിംഗ് റണ്ണും ബാക്കിംഗ് റണ്ണും ഇമ്പോർട്ടന്റ്. ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ ബിഫോർ, സീലിംഗ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. വാട്ട് ഇസ് ദ ത്രോട്ട് തിക്നെസ് ഇൻ എ ഫില്ലറ്റ് വെൽഡ്? മിഡ് പോയിന്റ് ബിറ്റ്വീൻ ദ ടോയ്സ് ആൻഡ് മെറ്റൽ ജംഗ്ഷൻ ഈസ് നോൺ ആസ് ത്രോട്ട് തിക്നെസ്. മിഡ് ജോയിന്റ് ബിറ്റ്വീൻ ടോയ്സ് ആൻഡ് മെറ്റൽ ജംഗ്ഷൻ ഈസ് നോൺ ആസ് ത്രോട്ട് തിക്നെസ്. What is the root penetration refers in welding? Depth of root run extends into joint. ആ ജോയിന്റ് താഴോട്ട് പെനെട്രേറ്റ് ചെയ്യുന്നതിനാണ് റൂട്ട് പെനെട്രേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, കാരണം ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊടുക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെച്ചാൽ. What is the difference between fusion zone and fusion phase? Fusion phase is surface to be fused. Fusion zone is the depth fused. Okay, ഓർത്തിരിക്കുക കേട്ടോ. രസകരമായ ക്വസ്റ്റ്യൻസ് പലതവണ വന്നിട്ടുണ്ട്. What is the root run in welding? The first run deposit in the root of a joint is known as root run. Root. What is the purpose of backing run? The weld deposit on the side before main welding is known as backing run. Okay, അപ്പൊ സീലിംഗ് റണ്ണും ബാക്കിംഗ് റണ്ണും ക്വസ്റ്റ്യൻ വരെ വന്നേക്കാം. റൂട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്ക്വയർഡ് ഓഫ് ടു റിമൂവ് ഷാർപ്നെസ് ഓഫ് ദി റൂട്ട് ഈസ് known as റൂട്ട് ഫേസ്. ഓക്കെ, കാരണം അടിയിൽ ചെറിയൊരു ഫേസ് കൊടുക്കാണ്. വാട്ട് ഈസ് ദ വെൽഡ് ഫേസ് ഇൻ വെൽഡ് ടെർമിനോളജി? ദ എക്സ്പോസ് സർഫേസ് ഓഫ് എ വെൽഡ് ബീഡ് ഈസ് known as weld face. Weld face. What is weld reinforcement? Already we discussed excess metal on the weld face above the base. Why is necessary to clean base metal before welding? എന്തിനാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? ഡർട്ട്, ഓയിൽ, പെയിന്റ് ആൻഡ് ഓക്സൈഡ്സ് ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ വെൽഡിനെ വീക്കൻ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ഡിഫക്ട്സുകൾ കയറി വരും. Which of the following methods suitable for cutting thick metal plates? Gas cutting is the most recommended. കാരണം ചിസലിംഗ്, ഹാക്സോയിങ്, ലിവർ ഷെയറിംഗ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും തിക്ക് മെറ്റീരിയൽസിന് ഈ ഓപ്ഷൻസിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഗ്യാസ് കട്ടിംഗ് ആണ്. Which of these not a tool used to cut mild steel plate? കാരണം ഇവിടെ നമ്മൾ നോക്കിയാൽ ഗ്രൈൻഡിംഗ് വീൽ എന്ന് പറയുന്നത് ഫിനിഷിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നു, നോട്ട് ഫോർ ഡയറക്ട്ലി കട്ടിംഗ്. ഓക്കെ, എഡ്ജ് പ്രിപ്പറേഷൻ ഫിനിഷ് ചെയ്യാനാണ് ഗ്രൈൻഡിംഗ് യൂസ് ചെയ്യുന്നത്. Why is bevel edge preparation used for butt joint to act as a root of thick and ensure length? അതായത് നമ്മൾ എന്തിനാണ് ബിവൽ ചെയ്യുന്നത്? അപ്പൊ തിക്നെസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ബിവൽ ചെയ്തില്ല എങ്കിൽ നമുക്ക് റൂട്ട് വരെ നമുക്ക് ആ വെൽഡ് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സ്ട്രെങ്ത്തിനെ കാര്യമായി ബാധിക്കും. അതുകൊണ്ടാണ് തിക്നെസ് കൂടുന്ന വർക്ക് പീസുകൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബിവല് യൂസ് ചെയ്യുന്നത്. Which edge preparation method commonly used for accurate and economical edge shaping? Machine tool cutting is economical edge shaping. Accurate and economical. What is the main advantage of square butt weld in edge preparation? Requires no beveling and is cost effective. ഏതാണ് സ്ക്വയർ ബട്ട് വെൽഡ് പ്രത്യേകത? അതായത് ഞാൻ ബിവലിംഗ് ഒന്നും വേണ്ട, കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നാണ്. ബട്ട് ഒരു പരിധിക്കകത്ത് ഒരു തിക്നെസ് കൂടി കഴിഞ്ഞാൽ we can use square butt. Okay. Which type of joint commonly used for fillet weld to reduce metal usage? ഏതാണ്? U joint. U joint. Okay. Why is important to clean the base metal before welding? ഏതാണ്? To avoid porosity in weak joints. അല്ലേ? അതായത് clear. Next, what is the result of gases trapped inside molten welded metal due to surface environment? അതാണ് porosity will be the right answer. കാരണം surface contaminants, അതായത് gas trapped inside molten welded metal due to surface contaminants. അതാണ് അപ്പം ഈ സർഫേസ് ഏരിയയിൽ മാത്രമുള്ള നമുക്ക് എന്തെന്ന് പറയാം? porosity എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ tiny holes in the solidified weld bead on the surface is known as porosity. Which of the following is the chemical method cleaning before welding? ഏതാണ്? വാഷിംഗ് വിത്ത് ഡൈലൂട്ടഡ് HCl അല്ലേ? അതായത് ഡീഗ്രേസിംഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് നമ്മൾ കഴുകുക എന്നുള്ളത്. Which brush is used for cleaning stainless and non-ferrous metal before welding? It's an important question. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ കയറി വരാണ്ട്. SS wire brush. SS wire brush. Okay, SS wire brush.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മെക്കാനിക് ക്ലീനിങ് മെത്തേഡ് ബിഫോർ വെൽഡിംഗ്? ഏതാണ്? സാൻഡ് ബ്ലാസ്റ്റിംഗ്. ഓക്കെ, ഓർത്തിരിക്കാം, മെക്കാനിക്കൽ ക്ലീനിങ് മെത്തേഡ് ബിഫോർ വെൽഡിംഗ്. അപ്പൊ ഇവിടെ സോൾവെന്റ്, ആസിഡ്, വേപ്പർ ഡീഗ്രീസിംഗ് ഉണ്ട്. അപ്പൊ അതൊന്നും മെക്കാനിക്കൽ ക്ലീനിങ് എന്ന കാറ്റഗറിയിൽ വരില്ല. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ എന്താ പറയാ, ഒരു ഫിസിക്കൽ റിമൂവൽ കണ്ടാമിനൻസ് ബൈ യൂസിങ് എന്താ പറയുക, നമ്മുടെ ഒരു ഇതുപോലെയാണ്, ഗ്രൈൻഡിങ് പോലെയാണ് നമ്മൾ ഈ സാധനം ചെയ്തു പോകുക. കാരണം മെക്കാനിക്കൽ ക്ലീനിങ് മെത്തേഡ് കാറ്റഗറിയിലാണ് അത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ബ്രഷ് ഈസ് റെക്കമെൻഡ് ഫോർ ക്ലീനിങ് ഫെറസ് മെറ്റൽസ് ബിഫോർ വെൽഡിംഗ്? കാർബൺ സ്റ്റീൽ വയർ ബ്രഷ്. ഓർത്തിരിക്കാം, ക്ലീനിങ് ഫെറസ് മെറ്റൽ ബിഫോർ വെൽഡിംഗ് കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ആണ്. SS ഒരു സെപ്പറേറ്റ് കേസായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. വിച്ച് ടൈപ്പ് ഓഫ് വയർ ബ്രഷ് ക്ലീനിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നോൺ ഫെറസ്? കാരണം ഇത് കണ്ടോ, ഇത് കണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ, ക്ലിയർ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. നെക്സ്റ്റ്, വാട്ട് ഡസ് ഓംസ് ലോ സ്റ്റേറ്റ്? എന്താണ്? കറന്റ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. പിന്നെ ആർക്ക് വെൽഡിംഗ് വാട്ട് ഈസ് അപ്രോപ്രിയറ്റ് റേഞ്ച് ഓഫ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്? വെരി ഇമ്പോർട്ടന്റ്, 60 വോൾട്ട് ടു 110 വോൾട്ട് ആണ് OCV എന്ന് പറഞ്ഞു. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 60 വോൾട്ട് ടു 110 വോൾട്ട് ആണ്. അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കണം, ടിപ്പിക്കൽ ആർക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ OCV എന്ന് പറയുമ്പോൾ എന്താണ്? മെഷീൻ വെൽഡിംഗ് കണക്ട് ചെയ്തിട്ടില്ല അല്ലെ? വെൽഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആർക്ക് വോൾട്ടേജ് 18 വോൾട്ട് ടു 55 വോൾട്ട്. ഓക്കെ, ഹൗ ഈസ് ഇലക്ട്രിക്കൽ എനർജി യൂസ്ഡ് ഇൻ റെസിസ്റ്റന്റ് വെൽഡിംഗ്? അതായത് H is equal to I squared RT is the basic principle behind this. Okay. Which process uses an electron beam to generate welding heat? ഏതാണ്? electron beam welding. Electron beam welding. What is the difference between heat and temperature? Heat is energy transit, temperature is the degree of hotness. What is appropriate temperature of oxygen flame? 3200 degree Celsius. Average എടുക്കുക, ഓപ്ഷൻസ് വന്ന് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാം. Which statement is correct regarding large and small flame nozzles? Large nozzles provide more gas flow and heat. അത് ഓർത്തിരിക്കുക. ഒരു ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ ചാർട്ട് കൃത്യമായി ഓർത്തിരിക്കണം. ഒരു 28ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. Which of the following is the freezing and boiling point in the centigrade scale? 0 degree and 100 degree Celsius. അത് കൃത്യമായി എന്താ പറയുക, ഈ ഒരു ഇക്വേഷൻ, അതായത് C is equal to 5/9 into C minus 32 എന്നുള്ളതോ അല്ലെങ്കിൽ F is equal to C into 9/5 plus 32 എന്നുള്ളതോ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്ത് കാണാതെ പഠിച്ചു വെച്ചു. Why does 6 mm steel plate take more time to melt 1.5 plate with the same flame? കാരണം നമുക്ക് തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ റിക്വയർമെന്റ് ഓഫ് ഫ്ലെയിം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, കാരണം സെയിം മെൽറ്റിംഗ് പോയിന്റിൽ തിക്നെസ് വേരി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൂടുതൽ എന്തായാലും എന്ത് വേണ്ട വരും? ടെമ്പറേച്ചർ വേണ്ട. വാട്ട് ഈസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സ്റ്റീൽ? 1530 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്തിരിക്കുക. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ഗ്യാസ് കൺസപ്ഷൻ ഫോർ കട്ടിംഗ് 5 mm തിക് പ്ലേറ്റ് എന്നുള്ളതാണ്. 370 ലിറ്റർ പെർ അവർ ആണ്. അപ്പൊ ഇവിടുത്തെ നോസിൽ സൈസ് 13 ആണ്. അപ്പൊ 13 × 28 ചെയ്യാം. അപ്പൊ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, വിച്ച് നോസിൽ ഇസ് റെക്കമെൻഡ് കട്ടിംഗ് 12 mm തിക് മെറ്റൽ പ്ലേറ്റ് എന്നുള്ളതാണ് 45. ഓക്കെ, അപ്പൊ ആ ഒരു ചാർട്ട് കൃത്യമായി തന്നെ പഠിക്കുക. അവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ കയറി. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ ഓഫ് വെൽഡിംഗ് ആർ? 3600 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് മേ വേരി, കാരണം 4500, 3600, 6500 ഒക്കെ പല സ്ഥലങ്ങളിലും പല വാല്യൂസ് ഉണ്ട്. 3600, 4500 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്ഷൻ, യു ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് വാട്ട് ആക്ട് ആസ് എ ഫില്ലർ മെറ്റീരിയൽ? ഏതാണ്? മെറ്റൽ ഇലക്ട്രോഡ് ഇറ്റ്സെൽഫ് അല്ലെ? കാരണം SMAWയുടെ ഫില്ലർ മെറ്റൽ എന്ന് പറയുന്നത് തന്നെയാണ് മെറ്റൽ, ഈ ഇലക്ട്രോഡ് തന്നെയാണ് നോക്കുക. സെപ്പറേറ്റ് നമ്മൾ ഫില്ലർ മെറ്റൽ കൊടുക്കാറില്ല. വിച്ച് ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ് യൂസസ് എ കാർബൺ ഇലക്ട്രോഡ്? ഏതാണ്? കാർബൺ ആർക്ക് വെൽഡിംഗ്. കാർബൺ നോൺ കൺസ്യൂം ഇലക്ട്രോഡ് ആണ് കാർബൺ ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. ടിഗിൽ നമ്മൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. മിഗ് എന്ന് പറഞ്ഞാൽ കൺസ്യൂം ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ആറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് വാട്ട് ഷീൽഡ് ആർക്ക്? ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ദ ഷീൽഡിംഗ് ഗ്യാസ്. Which arc welding process a non-consumer tungsten electron and inert gas? ഏതായിരിക്കും? Of course, TIG welding. TIG welding. In MIG welding, what type of electrode is consumable automatically, but metallic electrode we are using in the case of MIG welding. What happens when inert gas MIG welding is replaced with CO2? And it become MAG welding, like metal active gas welding ആയിട്ട് അത് മാറും. Which welding process involve a completely submerged arc in powdered flux? ഏതാണ്? SAW. കാരണം powdered flux granular form യൂസ് ചെയ്യുന്നത് submerged arc welding ആണെന്ന് ഓർമ്മിക്കുക. ഇനി ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് വാട്ട് ക്രിയേറ്റ്സ് വെൽഡ് പൂൾ? മോൾട്ടൺ സ്ലാഗ് ആണ് നമ്മൾ അവിടെ ഹീറ്റ് കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഫ്ലെക്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. വിച്ച് വെൽഡിംഗ് മെത്തേഡ് യൂസ്ഡ് ഓൺലി ഇൻ വെർട്ടിക്കൽ പൊസിഷൻ ഫോർ വെൽഡിംഗ് ഹെവി തിക് പ്ലേറ്റ്? ഏതാണ്? ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് എന്നുള്ളതാണ്. മിനിമം തിക്നെസ് ഒരു 25 mm ഒക്കെയാണ് അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ്? ഹെവി തിക് പ്ലേറ്റുകൾക്കാണ് ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്തത്. ഇൻ പ്ലാസ്മ ആർക്ക് ഒരു സിംഗിൾ പാസിൽ 25 mm വരെ വെൽഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. In plasma arc welding, what is typically used as a shielding gas? Hydrogen and argon will be the shielding gas used in plasma arc welding. What is the key difference between TIG and plasma arc welding? Plasma welding uses nozzle high frequency generator.
ഓക്കെ, കാരണം പ്ലാസ്മ വെൽഡിങ്ങിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് 600 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20,000 ഡിഗ്രി കെൽവിൻ ആണ്. സംടൈംസ് നമ്മൾ വെൽഡിങ്ങിന്റെ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ ഓക്കെ, ഇത് കട്ടിംഗ് ആണ്. ഓക്കെ, വെൽഡിങ്ങിന്റെ സ്ഥലത്ത് 20,000 to 30,000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാറുണ്ട്, ഓർത്തിരിക്കുക കേട്ടോ. വിച്ച് ആർക്ക് വെൽഡിംഗ് മെത്തേഡ് ടിപ്പിക്കലി ഡസ് നോട്ട് റിക്വയർ ഫില്ലമെറ്റർ? ഏതാണ്? ടിഗ്, സബ്മർജ്ഡ്, കാർബൺ. അപ്പൊ ഇതിൽ പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് നമുക്ക് എന്ത് വേണ്ട, ഫില്ലർ റോഡിന്റെ ആവശ്യം വരുന്നില്ല. വാട്ട് ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ് ആൾസോ കോൾഡ് GTAW? എന്താണ് GTAW? തന്നെയാണ് ടിഗ് എന്നറിയപ്പെടുന്നത്, ഓർത്തിരിക്കുക. വിച്ച് വെൽഡിംഗ് പ്രോസസ് യൂസസ് ഇനേർട്ട് ഗ്യാസ് ലൈക്ക് ആർഗൺ ആൻഡ് ഹീലിയം ആൻഡ് കണ്ടിന്യൂസ് ഫയർ ഫീഡ്? അതാണ് MIG വെൽഡിംഗ് വിൽ ബി ദ റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമർ? അതായത് AC മെയിൻസിനെ AC വെൽഡിംഗ് സപ്ലൈയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് AC വെൽഡിംഗ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ യൂസ് ടു ദ വർക്കിംഗ് ഓഫ് ആൻ AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ വിൽ ബി ദ പ്രൈമറി പ്രിൻസിപ്പിൾ. ഓക്കെ, വാട്ട് ഈസ് നാച്ചർ ഓഫ് ദ വെൽഡിംഗ് സപ്ലൈ ഔട്ട്പുട്ട് ഇൻ AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ? ഏതാണ്? ലോ വോൾട്ടേജ് ഹൈ കറണ്ട്. ഓർത്തിരിക്കുക, ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഇപ്പൊ എല്ലാത്തിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഐ കൂടുക എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കറണ്ട് ഇന്റൻസിറ്റി ആണ് നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് വേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ? ലോ കോസ്റ്റ്, മെയിൻ്റനൻസ് ഫ്രീ, ആർക്ക് ബ്ലൂ, suitable ഫോർ ഫൈൻ കറണ്ട് സെറ്റിംഗ് ഇൻ സ്പെഷ്യൽ ജോബ്. അത് ഓർത്തിരിക്കുക കേട്ടോ, നോട്ട് ആൻ അഡ്വാൻറ്റേജ് ആണ്. What is used to control the welding current in AC welding transformer? ഏതാണ്? കറണ്ട് റെഗുലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. What is the primary function of DC welding generator? എന്താണ്? DC welding supply ജനറേറ്റ് ചെയ്യാം. Which part of DC welding generator rotate to cut mantle lines and generate EMF? Carbon brushes, armature, field coils, commutator. ഏതാണ്? Armature will cut and generate EMF. What is the purpose of carbon brushes in DC welding generator? അതായത് കമ്മ്യൂട്ടേറ്റർ വഴി ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് കറണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? കാർബൺ ബ്രഷസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ. ഓക്കെ, വാട്ട് ആക്ട് ആസ് എ പ്രൈം മൂവർ ഇൻ DC വെൽഡിംഗ് ജനറേറ്റർ? ഏതാണ്? ഡീസൽ എഞ്ചിനോ LP മോട്ടറോ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം മൂവർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് വെൽഡിംഗ് ജനറേറ്റർ? എക്സൈറ്റർ, കമ്മ്യൂട്ടേറ്റർ, പൊളാരിറ്റി സ്വിച്ച്, പ്രഷർ റെഗുലേറ്റർ. പ്രഷർ റെഗുലേറ്റർ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് വെൽഡിംഗ് ജനറേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is DC welding generator preferred for welding non-ferrous metals? ഏതാണ്? ബെറ്റർ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, വളരെക്കാൾ പൊളാരിറ്റി കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം അല്ലെ ഇപ്പൊ നമുക്ക് DC വെൽഡിംഗ് വേണോ, DCEN വേണോ, DCEP വേണോ, നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. Which other welding is good safety and maintenance practice for welding machines? Keep the machine on dry floor. That is the main function of welding rectifier unit. Convert AC welding machine to DC welding supply. Which material are used for alloy film in rectifiers or welding rectifier? Cadmium, bismuth and tin. കാരണം ഇവിടെ which material are used for rectifiers സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് cadmium, bismuth and tin. Why can current flow in only one direction in welding rectifier? കാരണം ഇതൊരു നോൺ-ഡോട്ടഡ് വാൽവ് പോലെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, which of the following is a correct care and maintenance step for welding rectifier set? Lubricate fan shaft every 3 months. What is the purpose of nickel or bismuth plating on supporting plate of the rectifier? അതെന്താണ്? എങ്കിൽ മാത്രമാണ് അതിന് ആനോഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നിക്കൽ ഓർ ബിസ്മുത്ത് പ്ലേറ്റ് സപ്പോർട്ടിംഗ് പ്ലേറ്റ് ആക്ട് ആസ് ആനോഡ് ഇൻ റെക്ടിഫയർ സെൽ ടു ഫെസിലിറ്റേറ്റ് കറന്റ് ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ. കാരണം ഇത് നമ്മൾ പറഞ്ഞില്ല, ഒരു NRV പോലെ നോൺ റിട്ടേൺ വാൽവ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫ്ലോ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. What is the primary function of an inverter in a welding machine? ഏതാണ്? Convert DC to high frequency AC. High frequency AC ലേക്ക് മാറ്റി. Which of the following is an advantage of inverter based welding machine? Compact and lightweight. Of course നമുക്ക് അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം ചില ആൾക്കാർ വെൽഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ യൂണിറ്റ് എടുത്ത് പോകുന്നത് കാണാം അല്ലെ. ഓക്കെ, അപ്പോൾ കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് ഓർത്തിരിക്കും. What is the purpose of filters in an inverter welding machine? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? കാരണം റിമൂവ് ഫ്രീക്വന്റ് ഡിസ്റ്റർബൻസ് റിപ്പിൾസ്, അത് ഒഴിവാക്കാനാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ എന്താണ് കൺസെപ്റ്റ് എന്ന് പഠിച്ചു പോയത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷൻ ASME ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ? ഏതാണ് ഓവർഹെഡ് പൊസിഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്? 4G ആണ്. അതുപോലെ തന്നെ EN കോഡ് ഫോർ വെർട്ടിക്കൽ ഫിൽ പൊസിഷൻ PF ആണ്. ആ ഒരു ചാർട്ട് നിർബന്ധമായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് വെൽഡിംഗ് പൊസിഷൻ ഐഡന്റിഫൈ 6G ഇൻ പൈപ്പ് വെൽഡിംഗ്? പൈപ്പ് വെൽഡിംഗിന്
ഏതാണ് 60 എന്ന് പറയുന്നത് ഇൻക്ലൈൻ ഓൾ പൊസിഷൻ ആണ്. കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാർട്ടാണ്, ബട്ട് ക്വസ്റ്റ്യൻ മേ ബി കോംപ്ലിക്കേറ്റഡ്. വാട്ട് ഈസ് മീൻ ബൈ ആക്സിസ് ഓഫ് വെൽഡ്? ഇമാജിൻ ലൈൻ പാസിംഗ് ത്രൂ ദ വെൽഡ് സെന്റർ ലെങ്ത് വൈസ് ഈസ് നോൺ ആസ് ആക്സിസ് ഓഫ് വെൽഡ്. ആക്സിസ് ഓഫ് വെൽഡ്. വിച്ച് റൊട്ടേഷൻ ആംഗിൾ is considered flat in well position? എത്രയാണ്? 0 ഡിഗ്രി. ഓക്കെ. വാട്ട് ഈസ് ദ അലോവബിൾ ലിമിറ്റ്? 0 180 ആക്ച്വലി നമുക്കൊരു ചാലഞ്ചിങ് രീതിയിൽ വരും. ഓക്കെ. വാട്ട് ഈസ് അലോവബിൾ ലിമിറ്റ് സ്ലോപ്പ് ആൻഡ് റൊട്ടേഷൻ ഫോർ ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ? 0 to 10 ഡിഗ്രി. അതുകൊണ്ടാണ് 180ലേക്ക് നമ്മൾ കൊടുക്കാത്തത് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് വെൽഡിംഗ് പൊസിഷൻ ഹാസ് ബോത്ത് സ്ലോപ്പ് ആൻഡ് റൊട്ടേഷൻ നോട്ട് എക്സീഡിംഗ് 10 ഡിഗ്രി? അതാണ് ഫ്ലാറ്റ് ഓർ ഡൗൺവേർഡ്. ഫ്ലാറ്റ് ഓർ ഡൗൺവേർഡ്. In horizontal welding, what is the allowable range of rotation? Exceeding 10 degree and not beyond 90 degree. Okay. And ആ ഒരു ചാർട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ കൺസെപ്റ്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഒരു കാരണവശാലും ഈ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. വിച്ച് വെൽഡിംഗ് പൊസിഷൻ അലോസ് എനി എമൗണ്ട് ഓഫ് റൊട്ടേഷൻ? എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ പറ്റണമെങ്കിൽ. അപ്പൊ ഇതാണ് വെർട്ടിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് വെർട്ടിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. സി, ഇതാണ് വെർട്ടിക്കൽ പൊസിഷൻ. അപ്പൊ നമ്മളൊരു കോമൺ പ്ലെയിനെ വെച്ച് നോക്കി ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും it is vertical. Okay. What is the arc length when the distance between the electrode tip and base metal equal to diameter of the core? ഏതാണ് മീഡിയം അല്ലെങ്കിൽ നോർമൽ ആർക്ക് നോക്കാൻ പറയാം. What is the characteristics of long arc? എന്താണ്? ലെസ് പെൻട്രേഷൻ, വൈഡ് ബീഡ് ആണ് അവിടെ കിട്ടുക. ലോങ് ആർക്ക് എന്ന് പറഞ്ഞാൽ മുകളിലായിരിക്കും ഉണ്ടാവും. അപ്പൊ അവിടെ പെൻട്രേഷൻ ഒബിയസ്ലി കുറവായിരിക്കും. വിച്ച് ആർക്ക് ലെങ്ത് പ്രൊവൈഡ്സ് ഡീപ്പർ പെൻട്രേഷൻ വിത്ത് നാരോ വെൽഡ്? എന്തായിരിക്കും? ഷോർട്ട് ആർക്ക് ആയിരിക്കും. കാരണം അവിടുത്തെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ ആർക്ക് ലെങ്ത് എന്താണ് അറിയണം, ലോങ് ആർക്ക് ഷോർട്ട് ആർക്ക് വ്യത്യാസം അറിഞ്ഞിരിക്കണം, അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ബട്ട് ഈസ് ദ കോമൺ എഫക്ട് യൂസിങ് എ ലോങ് ആർക്ക് ഡ്യൂറിംഗ് വെൽഡിംഗ്? എന്തായിരിക്കും? ലോങ് ആർക്ക് കുറെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ there is a chance of എന്താ പറയാ atmospheric contamination, so ഓക്സിഡേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ഒരു ലോജിക് ആണ്. വാട്ട് സൗണ്ട് ടിപ്പിക്കലി അസോസിയേറ്റ് വിത്ത് ഷോർട്ട് ആർക്ക്? ഷോർട്ട് ആർക്കിന്റെ സമയത്ത് ഉണ്ടാകുന്ന സൗണ്ട് പോപ്പിംഗ് ആണ്. പോപ്പിംഗ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. What sound typically associate with the short arc? That is popping. Okay. Which arc length suitable for getting good root penetration position welding? Of course, short arc. Which causes molten globules to move downward due to gravity in arc welding? Gravity force. Due to gravity, gravity force. Which force is primarily responsible for deeper penetration during positional welding? Gas expansion force will be the most appropriate answer in this question. Okay. കാരണം നമുക്ക് കുറെ ഉണ്ട്. അതായത് നമുക്ക് പൊസിഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ ടൈപ്പ് ഓഫ് വെൽഡിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറെ പൊസിഷൻ പഠിച്ചിട്ടുണ്ട്. ബട്ട് ഈ പറയുന്ന റെസ്പോൺസിബിൾ ഡീപ്പർ പെനിട്രേഷൻ ഡ്യൂറിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ആ കീവേഡ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് ഗ്യാസ് എക്സ്പാൻഷൻ ഫോഴ്സുമായിട്ടാണെന്ന് ഓർത്തിരുന്നാൽ മതി. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്പ് അട്രാക്ട് ആൻഡ് റിട്ടേൺ മോൾട്ടൺ മെറ്റൽ ടു ജോബ് ഇൻ ആർക്ക് വെൽഡിംഗ്? ഏതാണ്? സർഫേസ് ടെൻഷൻ. സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ. What force form magnetic lines around the electrode and exert a pinching effect on molten probe? ഏതാണ്? Electromagnetic force. Which arc condition enhance the surface tension effect? ഏതാണ്? Short arc. കാരണം surface tension effect enhance ചെയ്യുന്നപ്പോൾ ഷോർട്ട് ആർക്ക് ആയിരിക്കും. Okay. Next, what is the primary use of calcium carbide in industry? എന്താണ്? അസിറ്റിക് ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസ്യം കാർബൈഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കാം. Which is the correct chemical formula of calcium carbide? CaC2 ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ കയറി വരാറുണ്ട്. C2H2 and CaC2. C2H2 എന്നാണ് അസറ്റൈൻ. Which of the following is the property of calcium carbide? എന്താണ്? Absorb moisture and become slaked lime. അല്ലെ? കാൽസ്യം കാർബൈഡ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുകയും സ്ലേക്ട് ലൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. What is the typical density of calcium carbide? 2.2 to 2.26 will be the right answer in this question. So range ആണ്, മനസ്സിലാക്കി വെക്കുക. What is liquid production of 1 metric ton of calcium carbide? എത്ര വേണം? 950 തൊട്ട് 1000 കിലോഗ്രാം ലൈമും 610 ഗ്രാം കോക്കും 40-70 കിലോഗ്രാം കാർബൺ ഇലക്ട്രോഡ്സും ഇവിടെ ആവശ്യമാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കാൽസ്യം കാർബൈഡ്. അല്ലെ? വിച്ച് ടൈപ്പ് ഓഫ് ഫർണസ് യൂസ് ടു പ്രൊഡ്യൂസ് കാൽസ്യം കാർബൈഡ്? ഇലക്ട്രിക് ഫർണസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് ഫർണസ് ബൈ സ്മെൽറ്റിംഗ് കോക്ക് ആൻഡ് ലൈം ആണ്. ഈ ഒരു ഗ്രേഡ് ഓർത്തിരിക്കാം. ND14 NDT ആണ് നമ്മൾ ഹോപ്പറിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോക്ക് ഈസ് നോട്ട് എ ഗ്രേഡ്. ലെമ്പ് എഗ് നെറ്റ് 14 NDT ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് ഗ്രേഡ്. അതിൽ തന്നെ നമ്മൾ ഹോപ്പറിൽ യൂസ് ചെയ്യുന്നത് ND14. ഹൗ ഷുഡ് കാൽസ്യം കാർബൈഡ് ബി സ്റ്റോർഡ്? അതായത് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഡ്രമ്മുകളിൽ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. What is the main hazard of calcium carbide when it becomes in contact with the air? And to produce acetylene gas. പിന്നെ നമുക്ക് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Why is important use brass chisel and hammer when opening calcium carbide? കാരണം ഈ ബ്രാസ് എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ഉണ്ടാക്കില്ല, സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. That's why we are using
brass ham. Okay, clear. Brass is and ham. Otherwise, acetylene gas is a fuel. അപ്പോൾ അവിടെ ഒരു ഫ്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ there is a chance of explosion. അല്ലേ? But PPT mandatory will handling calcium carbonate. Rubber gloves is the mandatory thing. What is the main use of egg grade calcium carbonate? അതായത് സ്മോൾ അസിഡൽ ജനറേറ്റേഴ്സിലാണ് എഗ് ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി കേട്ടോ. What happens to carbon monoxide produced during calcium formation? അതായത് ഇറ്റ് എസ്കേപ്പ് ആൻഡ് ബേൺസ് ആൻഡ് മോഡ് എന്നാണ്. കാരണം അത് ഓപ്ഷൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. വാട്ട് ഷുഡ് ബി ഡൺ ദ എംപ്റ്റി കാൽസ്യം കാർബണേറ്റ് ഡംസ് ബിഫോർ ഡിസ്പോസൽ? അതായത് നിർബന്ധമായിട്ടും വാട്ടറിൽ കംപ്ലീറ്റ്ലി അത് എന്ത് ചെയ്തിട്ടാണോ ഫില്ല് ചെയ്തിട്ടുണ്ടാണ്. കാരണം ഡിസ്പോസ് ചെയ്തതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. കാരണം അല്ലെങ്കിൽ എന്താ ഈ റെസ്യൂജസിനെ ന്യൂട്രലൈസ് ആവാതെ. വൈ ഷുഡ് നെക്ട് ലൈറ്റ്സ് ടു അവോയ്ഡ് അറൌണ്ട് കാൽസ്യം കാർബേറ്റ്? ഓക്കെ, അപ്പൊ ഇറ്റ് കുഡ് ഇഗ്നൈറ്റ് അസിഡിൻ ഗെറ്റ്സ്. ദാറ്റ്സ് വൈ അതൊരു ഒരു സേഫ്റ്റി ആസ്പെക്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി കമ്പോണന്റ് ഓഫ് അസിറ്റിലിൻ ഗ്യാസ് ബൈ വോളിയം? കാർബൺ 92.3, 7.7% ഹൈഡ്രജൻ, C2H2 കെമിക്കൽ ഫോർമുല. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് C2H2. What is the storage method used for acetylene to prevent explosion? Dissolved in acetone. Dissolved in acetone. What is the ignition temperature of acetylene gas? 3100 to 3300. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. What is the following safety hazard when using impure acetylene? What is the following safety? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഹാസാർഡ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ. ഒരു പഞ്ചൻ ഗാർലിക് ലൈക്ക് ഓർഡർ ആണ് അവിടെ ഉണ്ടാവുക. ഇമ്പ്യൂർ അസിറ്റിലിൻ ഹാസ് പഞ്ചൻ garlic like odor due to presence of impurities. How is acetylene gas produced in a generator? By reacting calcium carbonate with water. By reacting calcium carbonate with water. Which of the following segments true about calcium carbonate? Composite calcium and carbon. What are the two types of acetylene gas generator? Water to carbonate and carbonate to water. What safety risk receive when acetylene mixed with air 40% or more? Actually, it's a suffocation. Okay, it's suffocation. കീ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർത്തിരിക്കുക. ഇറ്റ്സ് സഫോക്കേഷൻ. കാരണം 40% മേലെ വന്നു കഴിഞ്ഞാൽ സഫോക്കേഷൻ സാധ്യത കൂടുതലാണ്. വൈ ഇസ് കോപ്പർ നോട്ട് യൂസ്ഡ് ഇൻ അസിറ്റിലിൻ പൈപ്പിംഗ് സിസ്റ്റം? ഏതാണ്? ഇറ്റ് റിയാക്ട്സ് വിത്ത് അസിറ്റിലിൻ ടു ഫോം എക്സ്പ്ലോസീവ് കോപ്പർ അസിറ്റിലേറ്റ് അല്ലേ. കാരണം ഈ കോപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോപ്പർ അസിറ്റിലേറ്റ് ഉണ്ടാക്കുകയും ഇറ്റ് മേ ബി എ കോസ് ഓഫ് എക്സ്പ്ലോഷനും. അതുകൊണ്ട് നമ്മൾ കോപ്പറിൽ യൂസ് ചെയ്യും. What type of pressure associated with the water to carbonate acetylene generator? കാരണം നമ്മൾ ഓർത്തിരിക്കുക വാട്ടർ ടു കാർബണേറ്റ് എന്ന് പറഞ്ഞ ലോ പ്രഷർ സിസ്റ്റം ആണെന്ന് ഓർത്തിരിക്കുക. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 0.17 kg/cm². What initiate the generation of acetylene gas to water to carbonate? Water to carbonate ഏതാണ്? വാട്ടർ ഫാളിംഗ് ഓൺ കാൽസ്യം കാർബണേറ്റ് ആണ് വാട്ടർ ടു കാർബണേറ്റ് എന്ന് പറയുന്നത്. Where is the calcium carbonate placed in water to carbonate? അതായത് എവിടെയാണ് കാർബൺ പ്ലേസ് ചെയ്യാറുള്ളതാണ്. ഇൻ ദ കാർബണേറ്റ് കണ്ടെയ്നർ അറ്റ് ദി ബോട്ടം ആണ്. ഓക്കെ, നമ്മൾ ഒരു ഹൈ പ്രഷർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കാർബണേറ്റ് ടു വാട്ടർ ആണ്. അവിടെയാണ് MD14 എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദി ജനറേറ്റർ അറൈസസ് ഡ്യൂ ടു ഗ്യാസ് പ്രഷർ ആൻഡ് റെഗുലേറ്റ്സ് വാട്ടർ ഫ്ലോ? റൈസിംഗ് ഗ്യാസ് ബെൽ. കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇതിലേക്ക് കഴിഞ്ഞു പോയതാണ്, റിവൈസ് ചെയ്യാം കേട്ടോ. വിച്ച് പാർട്ട് എൻഷുർ അസിറ്റിലിൻ ഗ്യാസ് ഡസ് നോട്ട് എസ്കേപ്പ് എക്സസീവ്ലി ഡ്യൂറിംഗ് എമർജൻസി? ഏതാണ് സേഫ്റ്റി ഔട്ട്ലെറ്റ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ വെയിറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി റൈസിംഗ് ബോൾ ടു മെയിൻറ്റെയിൻ പ്രഷർ ആൻഡ് സപ്ലൈ ഗ്യാസ്? അതായത് ഇവിടെ ഈ വെയിറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് റൈസിംഗ് ഗ്യാസ് ബെൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഈ പ്രഷർ സപ്ലൈ ഗ്യാസിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ റൈസിംഗ് ഗ്യാസ് ബെൽ കംസ് ഡൗൺ ആഫ്റ്റർ ഗ്യാസ് കൺസംപ്ഷൻ? ഗ്യാസ് കൺസംപ്ഷന് ശേഷം ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? ദ ഫ്ലോട്ട് ബോൾ ഓപ്പൺ ദ വാട്ടർ വാൽവ് അല്ലെ. ഓക്കെ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഈ സംഭവം കൺസ്യൂം ചെയ്തു, മീൻസ് വാട്ടർ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ അതിലേക്ക് വീഴുന്നു. വാട്ടർ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും ഗ്യാസ് ഉണ്ടാക്കി വരുന്നു. ഓക്കെ, in water to carbonate generator, what causes water to stop entering carbonate container? The upward movement of the rising gas will stop the movement of water. Okay, which is statement about non-automatic generators current? They are pressure controlled automatically. They release excess gas using sensors. The welder manually pours water on carbonate. The float ball system regulates gas level. അതായത് നോൺ ഓട്ടോമാറ്റിക് ജനറേറ്റേഴ്സിലാണ് ഇവിടെ ചോദിച്ചത്. വെൽഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കാർബൈഡ് or water on carbon. Okay, what feature of the water to carbonate generator ensure gas in clean before use? ഏതാണ്? Purifier. What happen when acetylene pressure inside a generator reaches the preset level? ഏതാണ്? കാർബൈഡ് ഫീഡിങ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. കാരണം അത് ഈ പറയുന്ന കാർബൈഡ് ടു വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ.
What is the main function of flashback arrestor in the acetylene gas generator? എന്നാണ് to prevent backfire and purify the gas will be the main function. Okay. What triggers the feeding of calcium carbide in a carbide to water gas generator? എന്താണ് acetylene pressure decrease ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. And when the pressure of acetylene gas decreases, the feed mechanism starts applying more carbide into water. That is the system behind this. What is the function of diaphragm in carbide to water? എന്താണ് ഈ ഫീഡ് വാൽവിനെ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എന്നുള്ള ഡയഫ്രം വാൽവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എമർജൻസി റിലീഫ് വാൽവ് ഇൻ acetylene gas generator? എന്താണ് എക്സീഡ് ഒരു പ്രഷർ എക്സീഡ് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകാം. when gas if pressure exceeds the safety limit is the function of emergency release valve. So the following statement is about carbide to water type generator is correct. They are automatically but require careful maintenance. കാരണം അത് ഇതൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Why is calcium hydroxide removed from the generator during operation? എന്തായിരിക്കും? To remove solid waste formed after reaction. അല്ലേ? Why is calcium hydroxide removed from the generator during operation? അതായത് റിയാക്ഷന് ശേഷമുള്ള ഇത് നമ്മൾ ബൈ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് കളയണം, അത്രയേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ ക്ലോഗിങ്ങിനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് പ്രോപ്പർ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. സോ വി നീഡ് ടു റിമൂവ് ദാറ്റ്. What initiate the production of acetylene gas in a carbide to water type generator? ഇതാണ് കോണ്ടാക്ട് ബിറ്റ്വീൻ കാൽസ്യം കാർബൈഡ് ആൻഡ് വാട്ടർ. കാരണം പ്രൊഡക്ഷൻ ഓഫ് അസിറ്റൈലിൻ ഗ്യാസിനെ എന്താണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ്. ഇത് തമ്മിലുള്ള കോണ്ടാക്ട് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. What material is generated as a byproduct during acetylene gas generation? കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലഡ്ജ് ആണ് ഉണ്ടാവുക. ഇത് നമ്മൾ അജിറ്റേറ്റ് ചെയ്തിട്ടൊക്കെയാണ് റിമൂവ് ചെയ്ത് ചെയ്യുക അല്ലെ. അതായത് ഈ അജിറ്റേറ്റർ എന്ത് ചെയ്യും, കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും, എന്നിട്ട് അതിനെ ലൂസ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുത്ത് പുറത്തേക്ക് കളയുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ acetylene pressure that generated in this system? മീൻസ് അതായത് ഈ കാർബൈഡ് വാട്ടർ സിസ്റ്റത്തിലെ റേഞ്ച് 1 kg/cm². ഓക്കെ. The size of calcium carbide used in carbide to water acetylene ഏതാണ്? ND14. Very important. What is the primary purpose of hydraulic? കാരണം ഓക്സിജൻ ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. What is the primary purpose of hydraulic back pressure valve in an acetylene gas system? To prevent the backflow of hydraulic pressure oxygen. High pressure oxygen. Okay. ഒരു മിനിറ്റ് എടുത്ത് വെള്ളം കുടിച്ചോട്ടെ. ബോറടിക്കുന്നുണ്ടോ? പോവാം മാരത്തോൺ. Why there is a risk of explosion in a low pressure acetylene system during welding? എന്താണ് അതായത് റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ ഈ ലോ പ്രഷർ സിസ്റ്റം ഡ്യൂറിംഗ് വെൽഡിങ്ങിൽ ഒരു റിസ്ക് എന്താണെന്നാണ്. ബാക്ക്ഫയർ അല്ലെങ്കിൽ ഓക്സിജൻ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ഇപ്പോൾ റിവേഴ്സ് ചെയ്യും. അങ്ങനെ റിവേഴ്സ് കഴിഞ്ഞാൽ there is a chance of explosion. അല്ലെ? ക്ലിയർ ആണല്ലോ. കാരണം ഒരിക്കലും ഫ്യൂവലിലേക്ക് സപ്പോർട്ടർ എത്തരുത്, അത്രയേ ഉള്ളൂ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. Where should be a hydraulic safety valve be fitted in acetylene welding setup? എവിടെയാണ് acetylene welding setup എവിടെയാണ് സേഫ്റ്റി വാൽവ് ഫിറ്റ് ചെയ്യുക? In the acetylene pipe between blow pipe and generator. അല്ലെ? ബ്ലോ പൈപ്പിലും ജനറേറ്റർ ഇടയിൽ വേണം നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി hydraulic safety valve ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഓർത്തിരിക്കുക. What is the shape and size of the hydraulic back pressure valve housing? ഏതാണ്? Cylindrical, 250 mm depth and 50 to 100 mm dia is the size of hydraulic back pressure valve. Okay. How does the gas flow through the hydraulic back pressure valve during normal operation? How does the gas flow through the hydraulic back pressure valve during normal operation? Comes down center pipe, bubbles through water, exit via outlet. നോർമൽ കണ്ടീഷൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. കാരണം ഹൈഡ്രോളിക് ബാക്ക് പ്രഷർ വാൽവിന്റെ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചതാണ്. ഓക്കെ. വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ഹൈഡ്രോളിക് സേഫ്റ്റി വാൽവ് ഡ്യൂറിംഗ് ബാക്ക്ഫയർ ഫ്രം ദ ബ്ലോ പൈപ്പ് സൈഡ്? കാരണം ഒന്ന് നോർമൽ കണ്ടീഷൻ, ഒന്ന് എന്താ പറയാ റിസ്കി കണ്ടീഷൻ. വാട്ടർ ഈസ് പുഷ്ഡ് അപ്പ് ദ വെൻ പൈപ്പ് ടു എക്സ്പോസ്ഡ് ഹോൾ H. ഓക്കെ. കാരണം ഒരു എക്സ്പോസ് ഹോൾ എന്ന് പറയുന്ന സാധനത്തിൽ കൂടെ ഇത് വെന്റ് ചെയ്ത് പുറത്തേക്ക് പോകണം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ബാഫിൽ പ്ലേറ്റ് ഇൻ ദ ഹൈഡ്രോളിക് സേഫ്റ്റി വാൽവ്? എന്താണ്? റെഡ്യൂസ് ദ ഗ്യാസ് ഫ്ലോ പ്രഷർ ആൻഡ് സപ്പോർട്ട്സ് ബബ്ലിംഗ്. അല്ലേ?
reduce the gas flow pressure and supports bubbling. What does the vent pipe do during backfire condition? Gates the burn gas to the atmosphere. Gates the burn gas to the atmosphere. Okay. Why must each blow pipe have a separate hydraulic safety valve? കാരണം എന്താണ് ഈ പറയുന്ന ബാക്ക്ഫയർ സമയത്ത് എക്സ്പ്ലോഷൻ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് ഹൈഡ്രോളിക് സേഫ്റ്റി വാൽവ് നമുക്ക് ഓരോ 2 ബ്ലോ പൈപ്പിനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. What happens during flashback in flashback arrested? Notorin valve closes and bursting risk ruptures. അല്ലെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഗ്യാസ് സെന്റർ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുന്ന ആ രീതിയിൽ. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്യൂരിഫൈ മെറ്റീരിയൽ ഇൻ എ ഫ്ലാഷ് ബാക്ക് അറസ്റ്റ്? എന്താണ് ഡെലിവറിക്ക് മുമ്പ് ഇതിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വാട്ട് ഈസ് ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഓക്സിജൻ ഗ്യാസ്. ഇറ്റ് സപ്പോർട്ട് കമ്പോഷൻ, ഇറ്റ് കളർലെസ് ആൻഡ് ഓർഡർലെസ്, ഇറ്റ് ഈസ് ടേസ്റ്റ്ലെസ്, ഇറ്റ് ബേൺസ് ഇറ്റ് സെൽഫ്. കാരണം ഒരിക്കലും അത് ബേൺ ഇറ്റ് സെൽഫ് അല്ല, കാരണം ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, സപ്പോർട്ട് ദ കമ്പഷൻ ഓഫ് അതർ സബ്സ്റ്റൻസ്. What is the boiling point of liquid oxygen at normal atmospheric pressure? എത്രയാണ്? -182.96. What is the color associated with the liquid oxygen? Very important, that is pale blue. Pale blue. Okay. What is the process of cold when oxygen reacts with the metal to form oxide? This is called oxidation. Okay, അപ്പോൾ -182 പോയിന്റ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. Which of the following is correct about composition of air? ഏതാണ്? 78% നൈട്രജനും 21% ഓക്സിജനും, റിമൈനിങ് 1% ബാക്കി എല്ലാവും അല്ലേ? What is the lowest boiling point among the compound listed in table neo? Okay. കാരണം ഇത് ടിപ്പിക്കൽ വാല്യൂ ബേസ് ചെയ്തിട്ടാണ്, കാരണം നമ്മൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് നോട്ട് പ്രസന്റ് ഇൻ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റി ഇൻ അറ്റ്മോസ്ഫിയർ എയർ? ഏതാണ്? നൈട്രജൻ, ആർഗൺ, ഓക്സിജൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹീലിയം ഇസ് ദ ലോവസ്റ്റ്. ഓക്കെ. Which separation method is used to produce oxygen gas from air? Air liquefaction നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻട്രോപ്ലേറ്റിംഗ്, എയറിഫിക്കേഷൻ, ഫിൽട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, പല ഓപ്ഷൻ ഉണ്ട്. ബട്ട് അതിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആൻസർ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ. ഗ്യാസ് വെൽഡിംഗ് ടോർച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡസ് ദ ടേം ഹൈ പ്രഷർ സിസ്റ്റം ഇൻ ഓക്സി അസിറ്റിലിൻ വെൽഡിംഗ് റെഫേഴ്സ് ടു? ഏതാണ് ഹൈ അസിറ്റിലിൻ പ്രഷർ അല്ലെ? ഹൈ പ്രഷർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രഷറാണ്? അതായത് ഓക്സിജൻ വെൽഡിംഗിൽ ഹൈ പ്രഷർ സിസ്റ്റം മീൻസ് അസിറ്റിലിൻ പ്രഷർ ഹൈ ആണോ കുറവാണോ എന്നുള്ളതാണ്. ഓക്സിജനുമായിട്ട് അവിടെ കണക്ഷൻ ഇല്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ബ്ലോ പൈപ്പ് ഈസ് യൂസ്ഡ് ഇൻ ലോ പ്രഷർ ഓക്സി അസിഡ് സിസ്റ്റം? ഏതാണ്? ഇൻജക്റ്റഡ് ടൈപ്പ് ലോ പ്രഷർ ബ്ലോ. ഓക്കെ, ക്ലിയർ? ഇൻജക്റ്റഡ് ടൈപ്പ് ആണ്. വാട്ട് ഈസ് ടിപ്പിക്കൽ അസിഡിൻ പ്രഷർ ഇൻ ഹൈ പ്രഷർ ഓക്സി അസിഡ് പ്ലാന്റ്? 15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. 15 കിലോഗ്രാം പെർ എൻഡ്. അതായത് അസറ്റിലിന്റെ പ്രഷറാണ് കേട്ടോ, അസറ്റിലിന്റെ പ്രഷറാണ്. In a low pressure oxyacetylene plant, acetylene usually produced by acetylene generated under low pressure. Why is non-return valve used in low pressure oxyacetylene system? എന്താണ്? To prevent backfire of oxygen into acetylene hose. At what pressure is oxygen stored in both high and low pressure system? It's very important. 120 തൊട്ട് 150 വരെയാണ്. Even if it is high, even if it is low, ഇവിടുത്തെ ഓക്സിജൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും? ഈ പറയുന്ന 120 തൊട്ട് 150 വരെ തന്നെയായിരിക്കും. ഓക്കെ. Which of the following is an advantage of high pressure oxyacetylene system? Accurate pressure adjustment and portability. Okay. What is used to check leakage in acetylene regulated condition? ഏതാണ്? സോപ്പ് വാട്ടർ ആയിരിക്കും നമ്മളോട് യൂസ് ചെയ്യാന്ന് ഓർത്തിരിക്കും. ഓക്കെ, acetylene regulated കണ്ടീഷനിലാണ്. Which substance should never be used? ഓയിൽ ആ ഭാഗത്തേക്ക് വരാൻ പോലും പാടില്ല. ഓർത്തിരുന്നോളാം, ഓയിൽ ഒരു കാരണവശാലും അങ്ങോട്ട് വരാൻ പാടില്ല. Why should oxygen and acetylene regulators not be fixed close together? അതായത് ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവരുത്, ഹസാർഡ്സ് ഉണ്ടാവരുത്, അതിന് വേണ്ടിയാണ് കൃത്യമായ മാനിഫോൾഡ് സിസ്റ്റം യൂസ് ചെയ്യണം നമ്മൾ പറയുന്നത്. In the sequence of steps for using a regulator, when should be adjusted screw be turned? After opening the shut-off or pressure reducing valve? Then only the adjusting screw is turned after opening shut-off or pressure reducing valve and watching the working pressure gauge എന്നുള്ളതാണ്. അതാണ് പ്രൊസീജിയർ. ഇപ്പോൾ ഇവിടത്തേക്ക് ഓക്സിജൻ റെഗുലേറ്റർ കണക്ഷൻസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് ക്വസ്റ്റ്യൻ കയറി വരാം. യൂസ് പ്ലെയിൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഒന്നിൽ സോപ്പ് വാട്ടർ യൂസ് ചെയ്തു, ഒന്ന് പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തു. What is the purpose of cracking the cylinder? Cracking the cylinder എന്ന് പറയുന്നത് എന്താണ്? Okay, to clear the dust and dirt from the valve outlet നമ്മൾ പറയുന്ന പേരാണ് cracking. Okay, cracking എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് കളയാന്ന് ഉദ്ദേശിക്കരുത്. Next, which type of blow pipe is also called non-inject type? Non-inject type നമുക്ക് high pressure blow pipe എന്നും പറയും. Okay. What is the main function of gas mixer in a high pressure blow pipe? To supply
ഈക്വൽ വോളിയം ഓഫ് ഓക്സിജൻ അസറ്റിൽ ടു ദ ടിപ്പ് എന്നുള്ളതാണ് ഗ്യാസ് മിക്സറിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബ്ലോ പൈപ്പിൽ കേട്ടോ, ഹൈ പ്രഷർ ബ്ലോ പൈപ്പിലെ പ്രധാന ഫംഗ്ഷൻ. How does a low pressure blow pipe draw acetylene from the generator? By creating a vacuum using pressure oxygen through an injector. കാരണം എങ്ങനെയാണ് ഇത് ഡ്രോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിന്റെ ഫംഗ്ഷൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നമ്പറിംഗ് നോസിൽസ് ഇൻ എ ബ്ലോ പൈപ്പ്? കാരണം നമുക്ക് ഗ്യാസ് കൺസെപ്റ്റിൽ ലിറ്റർ പെർ അവർ എത്രയാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പറിംഗ് കൊടുക്കുന്നത് ഓർത്തിരിക്കും. Which of the following is true about the low pressure blow pipe? It contains an injector to draw acetylene. അപ്പൊ ലോ പ്രഷറിൽ എന്തുണ്ട്? ഇൻജക്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ. കാരണം അതിന് ഡ്രോ ചെയ്യണമെങ്കിൽ ഇൻജക്ടർ വർക്ക് ചെയ്യണം. ഓക്കെ, the low pressure blow pipe contains an injector that uses high pressure oxygen to draw low pressure acetylene from the generator. What should be used to clean the nozzle or face of a blow pipe? A specially designed tip cleaner, അല്ലേ? കാരണം വയർ ബ്രഷ്, നെയിൽ, സാൻഡ് പേപ്പർ, ടിപ്പ് ക്ലീനർ എന്ന് പറഞ്ഞപ്പോൾ ടിപ്പ് ക്ലീനർ will be the right. Why must nozzle seats and threads are kept free from the foreign matter? അല്ലെങ്കിൽ ഫിറ്റിംഗ് സർഫേസിൽ സ്കോറിങ്ങോ സ്ക്രാച്ചിങ്ങോ വരാം. അതൊരു എന്താ പറയാ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വരും. ഓക്കെ, പിന്നെ നമുക്ക് ഓക്സിജൻ കണക്ഷൻ ബ്ലോ പൈപ്പിൽ ഏത് ത്രെഡ് യൂസ് ചെയ്യുന്നു? റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. എപ്പോഴും ഓർത്തിരിക്കുക, അസിറ്റീനുമായി ബന്ധപ്പെട്ടതൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും ഓക്സിജനുമായി ബന്ധപ്പെട്ടതൊക്കെ റൈറ്റ് ഹാൻഡ് ത്രെഡും ആയിരിക്കും ഓർത്തിരിക്കുക കേട്ടോ. What is the purpose of filling the nozzle tip at frequent intervals? To remove damage caused by excessive heat of flame and water. Why dipping of blow pipe is important? എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ബ്ലോ പൈപ്പിന് ഓവർ ഹീറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾഡ് വാട്ടറിൽ ബ്ലോ പൈപ്പിനെ ഡിപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. Why should nozzles never be dropped or used for moving work pieces? They can be damaged and affect the welding quality. That's why നമ്മൾ അങ്ങനെയുള്ള കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സും കൂടെ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ് ആൾസോ കോൾഡ്? ലെഫ്റ്റ് വാർഡ് വെൽഡിങ്ങിനെയാണ് നമ്മൾ ഫോർ ഹാൻഡ് ലെഫ്റ്റ് ഫോർ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ലെഫ്റ്റ് ഫോർ, അപ്പോൾ ലെഫ്റ്റ് വാർഡ് തന്നെയാണ് നമ്മുടെ ഫോർ ഹാൻഡ് ടെക്നിക്ക് എന്ന് ഓർത്തിരിക്കാം. ഈ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക് വെൽഡിംഗ് സ്റ്റാർട്ട് ഫ്രോം വിച്ച് സൈഡ്? അതായത് ലെഫ്റ്റ് വാർഡിൽ വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെന്നാണ്? റൈറ്റ് സൈഡിൽ നിന്നാണ്. എവിടേക്കാണ് പോകുന്നത്? ടുവാർഡ്സ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതാണ് ലെഫ്റ്റ് വാർഡ് ടെക്നിക് എന്ന് പറയുന്നത്. അവിടുത്തെ ബ്ലോ പൈപ്പിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 തൊട്ട് 70 ഡിഗ്രിയാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ കയറി വരാറുള്ള ഏരിയ 60 to 70 ഡിഗ്രി. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്കിന്റെ ഫില്ലർ റോഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 to 40 ഡിഗ്രിയാണ്. ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും 30 to 40 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, why is blow pipe given a circular or side to side motion left ward welding? ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് അങ്ങനെ കൊടുക്കുന്നതിനാണ് ഫ്യൂഷൻ, അതായത് ഈവൻ ഫ്യൂഷൻ എല്ലാ സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു മെത്തേഡ് അവലംബിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, what happens if the flame is used to melt the filler rod directly into the weld pool എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? അതായത് ഫ്ലെയിം യൂസ് ടു മെൽറ്റ് ദ ഫില്ലർ റോഡ് ഡയറക്ട്ലി ഇൻ ദ വെൽഡ് പൂൾ. അപ്പൊ മോൾട്ടൻ പൂൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയും നല്ലൊരു ഫ്യൂഷൻ കിട്ടാതെ വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അതായത് ഫില്ലർ റോഡ് ഡയറക്ട്ലി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ്, അതായത് നേരിട്ട് മുട്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് പറയുന്നത്. For butt joint in left ward welding, what is the edge preparation when the thickness is up to 1.5 mm? Flange butt without a gap is the most appropriate. For welding mild steel thickness 0.8 mm using left ward technique, which edge preparation is used? ഏതാണ്? flange. Okay, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചു. In gas welding or mild steel by left ward technique, how much flex is required? കാരണം ഗ്യാസ് വെൽഡിംഗ് ഓഫ് മൈൽഡ് സ്റ്റീൽ ബൈ ലെഫ്റ്റ് വാർഡ് ആണ്. അപ്പോൾ എന്താ വേണ്ട? ഫ്ലെക്സിന്റെ ആവശ്യമില്ല. ആ ടേബിൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. Up to what thickness the left ward welding technique recommended for mild steel? 5 mm ആണ്. 5ന് മേലോട്ട് നമ്മൾ എന്ത് ചെയ്തോളാം? റൈറ്റ് വാർഡ് ടെക്നിക്ക് പ്രിഫർ ചെയ്തോളാം. Right ward welding technique is also called backhand technique. Right ward technique also is called backhand technique. In right ward welding, the welding start from which side of the joint? ഏതാണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ജോയിന്റ് and proceed to the right. Okay, നമ്മൾ നേരത്തെ ചോദിച്ചത് വേറെ രീതിയിൽ ചോദിച്ചു. അത്ര. At what angle the blow pipe held in right ward welding? എത്രയാണ്? 40 to 50 ഡിഗ്രി. ഓർത്തിരിക്കുക കേട്ടോ, 40 to 50 ഡിഗ്രി. At what angle the filler rod held at right ward welding technique? 30 to 40. It may be a combination question. ഇത് രണ്ടും കൂടെ ഒരു കോംബോ ക്വസ്റ്റ്യൻ പോലെ കയറി വരാറുണ്ട്. അപ്പോൾ താങ്കൾ വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. 2 തവണ നിർബന്ധമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കണം. അല്ലെങ്കിൽ തെറ്റിപ്പോകും. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു മൊമെന്റിൽ നമുക്ക് തെറ്റിപ്പോകുന്നതാണ്, നമുക്ക് അറിയാത്തതുകൊണ്ടല്ല. Which type of joint edge preparation is recommended for 5 mm thick mild steel in right ward welding? ഏതാണ്? square butt joint. Okay. In right ward welding, what is the purpose of moving the filler rod in rotational circular? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ uniform fusion control the molten pool will be the right answer. For mild steel thickness up to 8 mm, which edge preparation used in right ward? ഏതാണ്? single V butt joint. 16 mm മുകളിലേക്ക് വരികയാണെങ്കിൽ we should implement 60 degree double V butt joint.
Okay. In gas welding of mild steel using right watt technique, how much flex is required? എന്നാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, മൈൽഡ് സ്റ്റീലിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഫ്ലെക്സിന്റെ ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. Which defect in gas welding formed as a groove or channel along the edge of the weld? ഏതാണ്? Undercut. Okay. Which defect caused when too much weld metal is added, resulting in excessive reinforcement? Excessive convexity will be the right answer. Excessive convexity. Which defect is caused when metal falls into surface or base metal without proper fusion? അതാണ് overlap. Correct keywords question ആയിട്ട് കയറി വരും കേട്ടോ. What defect occurs if the required amount of fusion the root of the weld is not achieved is called a lack of penetration. Which defect characterized by small pinholes or the weld surface is known as porosity. Okay. Blowholes. What is the difference between porosity and blowhole? Blowholes are larger than porosity pinhole, and porosity എന്ന് പറയുന്നത് ഒരു സർഫേസിലാണെങ്കിൽ blowhole will be in the inside the joint. Okay, clear. Smaller pinholes ആണ് ഈ ഇതിനെ porosity എന്നൊക്കെ പറയുന്നത്. അതൊരു പ്രോപ്പർ ക്ലീനിങ് ഇല്ലാണ്ടൊക്കെ വരുന്നതാണ്. What is the cause of burn through defect in gas welding? Excessive penetration. Okay, കാരണം ബേൺ ത്രൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉരുകി അങ്ങോട്ട് പോവാന്നുള്ളതാണ് അല്ലെ. അതായത് എക്സസീവ് പെനിട്രേഷൻ കൊളാപ്സസ് ദ മോൾട്ടൻ ബോളി ഈസ് നൗൺ ആസ് ബേൺ ത്രൂ. ഓക്കെ, അതായത് തുളഞ്ഞു പോവാന്ന് വേണമെങ്കിൽ പറയാം, ആ ഭാഗം ഇല്ല. ഓക്കെ, ക്രിയേറ്റിംഗ് എ ഹോൾ ഇൻ ദ വെൽഡ് റൺ ഈസ് നൗൺ ആസ് ബേൺ ത്രൂ. ആ പോയി, ആ വഴിക്ക് പോയി ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഫില്ലർ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് ഫില്ലർ റോഡ്സ് ഇൻ ഗ്യാസ് വെൽഡിംഗ്? ടു പ്രൊവൈഡ് അഡീഷണൽ മെറ്റൽ ആൻഡ് കൺട്രോൾ ദ പ്രോപ്പർട്ടി. കാരണം ഫില്ലർ റോഡുകൾ എന്ന് പറയുന്നതാണ് ഒരു അഡീഷണൽ മെറ്റൽ ആണ് എന്ന് ഓർത്തിരിക്കും. Why is necessary to use high quality filler rods in gas welding? To reduce oxidation and control mechanical properties of the weld metal. കാരണം നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് മാച്ച് ആയിരിക്കണം. അതർവൈസ് നമ്മുടെ ആ ഒരു എന്താ പറയാ, ഇതിനൊരു ഇതുണ്ടല്ലോ, മെറ്റാലജിക്കലി ഇത് കമ്പൈൻഡ് ആയിരിക്കണം, അത് ഇത് മാച്ച്ഡ് ആയിരിക്കണം അല്ലെ, കോമ്പാക്റ്റബിൾ ആയിരിക്കും എന്ന് പറയില്ലേ, അതല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി. ഫില്ലർ എന്ന് പറയുന്നത് ഇതുമായിട്ട് കൂടി ചേരണം, നമ്മൾ വെൽഡിൽ കൂടി ചേരേണ്ട ഏരിയ. ഓക്കെ, according to IS 1279/1972, which of the following is not a standard dia size of filler rod? 2 mm, 3.15 mm, 4.75 mm, 6.3 mm. ഓർത്തിരിക്കുക, 1, 1.2, 1.62, 2.5, 3.15, 4, 5, 6.3 and 4.75 എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിസ്റ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, what is the usual size of mild steel filler rod used in gas welding? 1.6 and 3.15. Okay. Why are mild steel filler rod given in thin copper coating? To protect them from oxidation during storage. എന്തിനാ കോപ്പർ കോട്ടിംഗ് കൊടുക്കുന്നതെന്നുള്ളത് അല്ലേ. Why is groove or depression prepared at the joints or thick plates before welding? എന്തിനായിരിക്കും? ഫുൾ പെനട്രേഷൻ എത്തണം, യൂണിഫോം സ്ട്രെങ്ത് അവിടെ കിട്ടണം. ദാറ്റ്സ് വൈ നമ്മൾ ഗ്രൂവുകൾ കൊടുക്കുന്നു. ഓക്കെ, ആ ബിവൽ ചെയ്യുന്നു, എഡ്ജ് പ്രിപ്പറേഷൻ കറക്റ്റ് ചെയ്യുന്നു. എഡ്ജ് പ്രിപ്പറേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുന്നതാണ്. വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഫില്ലർ റോഡ്സ് യൂസ്ഡ് ഇൻ ഗ്യാസ് വെൽഡിംഗ്? 500 mm or 1000 mm. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ കയറി വരുവേ. Which of the following filler rod size used for left ward technique in gas welding? ഏതാണ്? up to 4 mm. എന്തിന്റെ സൈസ് പറഞ്ഞിരിക്കുന്നത്? ഫില്ലർ റോഡ് സൈസ്. For right ward gas welding technique, what is the maximum filler rod size that can be used? 6.3 mm. 6.3 mm. How should filler rods be stored before use? ഏതാണ്? in a sealed plastic covers. in a sealed plastic cover. What is the main function of filler rod in gas welding? ഏതാണ്? to deposit the required metal in a joint on or base. Which of the following is a major element in ferrous filler rod? എന്താ സംശയം? ഫെറസ് എന്ന് പറഞ്ഞാൽ ഫെറസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ പറ്റുള്ളൂ, അതർവൈസ് അവിടുത്തെ പ്രോപ്പർട്ടീസ് മാച്ച് ആവില്ല. നോൺ ഫെറസ് ഫില്ലർ റോഡ്സ് ആർ മെയിൻലി കോമ്പോസ്ഡ് ഓൺ വിച്ച് മെറ്റൽ? കോപ്പർ ആൻഡ് അലൂമിനിയം. ഓക്കെ, അതിൽ സിങ്ക്, ലെഡ്, നിക്കൽ അങ്ങനെയൊക്കെ അലോയ്സ് ഉണ്ട്, പക്ഷെ അവിടെ മെയിൻ എന്ന് ചോദിച്ചോണ്ടാണ് അത് ആൻസർ. അക്കോർഡിംഗ് ടു IS 127/1972 and IS 2927/1975, filler rod should be selected based on composition of the base metal. Very, very important. Okay. Which of the following factors must be considered with selecting filler rod? ഏതായിരിക്കും? ടൈപ്പ് ഓഫ് ബേസ് മെറ്റൽ, തിക്നെസ്, എഡ്ജ് പ്രിപ്പറേഷൻ ആൻഡ് വെൽഡിംഗ് പൊസിഷൻ. അപ്പൊ ഓർത്തിരിക്കുക, ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ബേസ് മെറ്റലിന്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളതാണ്. How should filler rods be stored to prevent deterioration? In a clean, dry condition, preferably with absorbent like silica gel. കാരണം അവിടെ എന്ത് സംഭവിക്കാൻ പാടില്ല? മോയിസ്ചർ ഉണ്ടാവാൻ പാടില്ല. മോയിസ്ചർ അബ്സോർപ്ഷൻ കൃത്യമായി ചെയ്യാനാണ് സിലിക്ക ജെൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.
Why should different type of filler rods not be mixed during storage? കാരണം അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റാതെ. Which type of filler rod used for welding mild steel with a minimum butt weld tensile strength 35 kg per centimeter square? അതൊരു ചാർട്ട് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് 35ഉം അതുപോലെ തന്നെ ഈ പറയുന്ന ഇതും സ്റ്റീൽ ടൈപ്പ് ഈ പറയുന്ന FS2 അല്ലെ 35 44 നിർബന്ധമായിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ? 35 44. അപ്പൊ ആ ഒരു ചാർട്ട് ഉണ്ട്, അതിൽ ഈ രണ്ടെണ്ണം കൃത്യമായി തന്നെ പഠിക്കാം. ഗ്യാസ് കട്ടിംഗ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ആക്ഷൻ ടു റെക്ടിഫൈ ഗ്യാസ് കട്ട് വിത്ത് ഗോജിങ് ആൻഡ് മെൽറ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റ്? എന്താണ് റെക്കമെൻഡഡ് ആക്ഷൻ ടു റെക്ടിഫൈ ഗ്യാസ് കട്ട് എന്നാണ് പറയുന്നത്. അത് എന്താണ്? റെക്കമെൻഡഡ് സ്പീഡ് ആൻഡ് ഇൻക്രീസ് ഓക്സിജൻ പ്രഷർ അല്ലെ, റെക്കമെൻഡ് സ്പീഡ് ആൻഡ് ഇൻക്രീസ് ഓക്സിജൻ പ്രഷർ. നെക്സ്റ്റ്, വാട്ട് ഇൻഡിക്കേറ്റ് കട്ടിംഗ് സ്പീഡ് ദാറ്റ് ടു ലോ ഡ്യൂറിംഗ് ഗ്യാസ് കട്ടിംഗ്? എന്താണ്? കട്ടിംഗ് സ്പീഡ് വളരെ കുറവ് എന്താ സംഭവിക്കുക? ടോപ്പ് എഡ്ജിലെ ബീഡിങ് സംഭവിക്കും. What happens if the cutting speed is too fast? Rounded top and bottom edge with undercut. Which of the following is a characteristics of correct gas cutting? Sharp and clean edges with vertical drag lines. Correct gas cutting. Correct gas cutting. ഇതിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വേറെ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. Which of the following issues can occur if the gas cutting tip is held to and above the metal surface? Rounded top edge and lost the preheat effectiveness. What is the result of supplying too much cutting oxygen during gas cutting? എന്താണ് സംഭവിക്കുക? അണ്ടർകട്ട് സംഭവിക്കും with pressure marks and gouge. ഓക്കെ, അതാണ് എന്താണ് കാരണം? റിസൾട്ട് ഓഫ് സപ്ലൈങ് ടു മച്ച് കട്ടിംഗ് ഓക്സിജൻ ഡ്യൂറിങ് ഗ്യാസ് കട്ടിംഗ്. ഗ്യാസ് കട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ കട്ടിംഗ് ഓക്സിജൻ വളരെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ there is a chance of undercut with the pressure mark. Okay. Which factor is responsible for the formation of pressure mark and rounded edges when cutting speed is extremely low? എന്താണ്? Too much oxygen or slow transfers. നമ്മൾ പറഞ്ഞത് നേരെ തിരിച്ചു ചോദിക്കുന്നതാണ്. What defect is most likely when torch tip is positioned too close to surface beam? കട്ട് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കാൻ സംഭവിക്കും. Loose drag lines disturbing ആയിട്ടായിരിക്കും വരും. Okay. Which of the following is clear sign of slow cutting speed in a gas cutting? Rounded or beaded top edge with pressure mark. Okay, അത് ആ ഒരു ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് റിവൈസ് ചെയ്താൽ മതി. Which of the following is a characteristics of slightly too fast cutting speed? Backward inclined drag. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. Backward inclined drag lines. Good top edge. Slightly too fast cutting speed. Okay. What is the typical outcome when the cutting speed is slightly too slow? Rough surface with slightly wind. കാരണം ഇത് നിങ്ങളൊന്ന് റിവേഴ്സ് ചെയ്തോ, ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കീവേഡ് മാത്രം ഒന്ന് റിവിഷൻ ചെയ്യുക, കാരണം ബാക്കി പോർഷൻ പോലെയല്ല. കാരണം ഇവിടെ ഈ സ്ക്വയർ എഡ്ജസ് ആൻഡ് വെർട്ടിക്കൽ ഡ്രാഗ് ലൈൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ഓക്കെ, വെർട്ടിക്കൽ ഡ്രാഗ് ലൈൻസ് വന്നാലാണ് കറക്റ്റ് എന്ന് പറയും. ചിലപ്പം വളരെ ഈസി ആയിട്ടും വരാം, പക്ഷെ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്യും. ഓക്കെ, ക്ലിയർ? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഓക്സിഡൈസ്ഡ് ഗ്യാസ് കട്ടിംഗ്? എന്താണ്? ഓക്സിഡേഷൻ. നമുക്ക് യാതൊരു സംശയമില്ല. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രീഹീറ്റിംഗ് ഫ്ലെയിം ഇൻ ഗ്യാസ് കട്ടിംഗ്? എന്താണ്? നമ്മൾ ഈ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഒന്ന് തഴക്കം വരുത്തുക എന്ന രീതിയിലാണ്. സാധാരണ രീതിയിൽ 900 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഗ്നിഷൻ പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഒന്ന് എത്തിക്കുക, ഒന്ന് തഴക്കം വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ദ പ്രീഹീറ്റിംഗ് ഫ്ലെയിം റൈസസ് ദ മെറ്റൽ ഈസ് അബൌട്ട് 900 ഡിഗ്രി സെൽഷ്യസ് ടു റീച്ച് its ignition point where reacts with oxygen for cutting. ഓക്കെ, അപ്പൊ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് വരുന്ന സമയത്ത് എന്തായാലും പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും? ഹീറ്റപ്പ് ആയിരിക്കുന്ന സാധനം പെട്ടെന്ന് ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്കെ, വാട്ട് ഈസ് കർവ് ഇൻ ഗ്യാസ് കട്ടിംഗ്? കാരണം ഈ ഓക്സിജൻ ജെറ്റിന്റെ സ്ലാഗ് റിമൂവൽ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കർവ് എന്ന് പറയുന്നത്. കർവ് ഈസ് എ ഗ്യാപ്പ് ഫോം ഡ്യൂ ടു ഓക്സിഡേഷൻ and removal of motor slag by oxygen jet during gas cutting. Okay, which metal cannot be cut using oxy-acid gas cutting? Cannot be cut ആണ്. ഇവിടെ നോക്കുക, ഇത് മൂന്നും എന്താണ്? ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കണം, തുരുമ്പെടുക്കണം എന്നാണെങ്കിൽ പറയാം അല്ലെ. ഇപ്പൊ കോപ്പർ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സംഭവിക്കില്ല, സോ ഇവിടെ പറ്റില്ല. ആക്ച്വലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൾസോ നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ നമുക്ക് കോപ്പറിലേക്ക് ആക്സസ് ചെയ്യാനേ പറ്റുള്ളൂ. ഈ ഓക്സി ആസിഡും ഗ്യാസ് കട്ടിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീലും എന്തല്ല അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിനും നോൺ ഫെറസിനും വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്മ കട്ടിംഗ് ഒക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ബട്ട് ഫ്രം ദീസ് ഓപ്ഷൻ വി ക്യാൻ ഗോ ത്രൂ വിത്ത് ഓപ്ഷൻ ഡി. ഓക്കെ, what causes the metal to cut during gas cutting? Oxidation of hot metal producing slag.
വാട്ട് ഇസ് ടിപ്പിക്കൽ ഇഗ്നിഷൻ ടെമ്പറേച്ചർ സ്റ്റീൽ ഇൻ ഗ്യാസ് കട്ടിംഗ് 875 to 900 degrees Celsius. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഏരിയ ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഓക്സിജൻ ജെറ്റ് ഇൻ ഓക്സിജൻ കട്ടിംഗ്? എന്താണ്? ഓക്സിഡൈസ് ദ ബ്ലോക്ക് എവേ ഫ്രം ദ മോൾട്ടൺ അയൺ ഓക്സിജൻ ആണ് അല്ലേ? അതായത് ഓക്സിജൻ ജെറ്റ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഓക്സിഡേഷൻ നടക്കുകയും വേണം, ഇതിനെ ബ്ലോ ഓഫ് ചെയ്യുകയും വേണം. കാരണം ഈ മോൾട്ടൺ സ്ലാഗ് ഇവിടുന്ന് തെറിച്ച് പോകണം അല്ലെ, എങ്കിൽ മാത്രമാണ് ആ കർഫ് ഉണ്ടാവുകയും അവിടെ നമുക്ക് രണ്ട് കഷ്ണമായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, clear? Which of the following best describe the cutting torch movement? Proper travel speed and smooth and clean cut. What happened when a red shot steel wire is inserted into pure oxygen? Okay, it's burst into flame and gets cut. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓക്സിഡേഷന്റെ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ വെച്ചിട്ടുള്ള ഒരു ഇമേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. അതിന്റെ പ്രത്യേകിച്ചുള്ള കാര്യമുള്ള കാര്യങ്ങൾ. ഹൗ മച്ച് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 kilogram ഫൈൻ? 300 ലിറ്റർ. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ, ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ ആയിട്ട് കയറി വന്നത്. വാട്ട് ഈസ് ദ മിനിമം തിക്നെസ് ഓഫ് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് സൂട്ടബിൾ ഫോർ ഓക്സിജൻ കട്ടിംഗ്? എത്രയാണ്? 4 mm. ഓക്കെ, മിനിമം തിക്നെസ്. കാരണം അതിന് മുകളിലേക്ക് മാത്രമാണ് നമ്മൾ ഓക്സിജൻ കട്ടിംഗ് ഒക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. എന്താ പറയാ, കൂടുതൽ മെൽറ്റ് ആയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കട്ടിംഗ് ടോർച്ച് ഗേറ്റ് ടൈപ്പ് ഷോൺ ഇൻ ഡോക്യുമെന്റ്? ഏതാണ്? ലേസ്. അതൊരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുമോ കേട്ടോ, മേ ബി ഇമേജ് ബേസ്ഡ് ക്വസ്റ്റൻ കയറി വരാം. What is the typical distance the inner cones of the preheat flames are kept above the metal surface during cutting? എത്രയാണ്? 2 to 3 mm. 2 to 3 mm. Why are cutting gates used in oxyacetylene cutting? എന്താണ്? To maintain steady and accurate cut. അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ മാനുവലി കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ വേറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ കറക്റ്റ് കാണാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റന്റ് ക്വാളിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ലൈനിൽ കൂടെ നമുക്ക് കയറി വരാൻ പറ്റും. ദാറ്റ് ഈസ് ദ കട്ടിംഗ് ഗേറ്റ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയും. How is bevel cutting performed using oxyacetylene torch? അതെന്താണ്? ഒരു എന്താ പറയുക, ബൈ tilting torch or placing the plate on an incline. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ അതിൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ TIG welding-മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. What is the maximum temperature that can be achieved in the GTAW process? ഏതാണ്? 3000 ഡിഗ്രി ഫാരൻഹീറ്റ്, 3000 ഡിഗ്രി സെൽഷ്യസ് എന്തിലുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഓക്കെ, ഇൻ GTAW how is filler metal added when required? ഏതാണ്? മാനുവലി or through a cold coil. Okay. Which of the following is a metal can GTAW weld to the dissimilar metal? Copper to brass or SS to minus steel? It's an important question. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ കയറി വരാം കേട്ടോ. ഡിസോൾവ് മെറ്റൽസ് ടിഗ് വെച്ച് ചെയ്യുന്നത് ഒന്ന് കോപ്പർ ടു ബ്രാസ് അല്ലെങ്കിൽ SS to minus steel ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നേക്കാം. When was the GTAW welding process developed? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒരു 1940, 1950 സമയങ്ങളിലാണ് ഒരുപാട് വെൽഡിംഗ് ഇൻട്രൊഡക്ഷൻസ് വന്നത്. കാരണം വേൾഡ് വാറിന്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാർ സമയത്താണ് ടെക്നോളജി ഒരുപാട് വളർന്നതെന്ന് നമ്മൾ പറഞ്ഞത്. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ടെക്നോളജി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തതെന്ന് നമുക്ക് അറിയാം. Which one of the main advantage of TIG welding process? It use shielding gas protect the weld pool tension. Which of the following industries TIG welding usually used? Nuclear aircraft, food industry നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. കാരണം ഈ ഫുഡ് ഇൻഡസ്ട്രീസിൽ SS വരുന്നുണ്ട്. SS-ന്റെ വെൽഡിങ് നമ്മൾ കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യും? ഈ പറയുന്ന TIG വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുക. കാരണം അവിടെ ഓക്സിഡേഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സാധാരണ വെൽഡിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഒരു ക്ലീൻ വെൽഡ് കിട്ടില്ല. ക്ലീൻ വെൽഡ് കിട്ടാത്ത സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പൊ തിൻ ഷീറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ TIG ആണ് റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ കഴിക്കേണ്ട സാധനമല്ലേ, നമ്മൾ പുറത്തേക്ക് യൂസ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോർമൽ വെൽഡിങ്ങിലേക്കൊക്കെ പോവാം. അപ്പൊ ഇവിടെ തന്നെ കുറച്ച് GTAW പോലെ നമ്മൾ പോകണം. What type of power source is commonly used in GTAW? Constant current power source ആണ് നമ്മളോട് യൂസ് ചെയ്യാം. What happened? Ampere of water increase from 20 to 25 in GTAW power source. അപ്പോൾ എന്താ സംഭവിക്കുക? Decreases from 135 ampere to 126. അപ്പോൾ അതാണ് ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതാണ് ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കറന്റ് പവർ സോഴ്സ്. Why is GTAW power source called drooping characteristic? എന്താണ്? കറണ്ട് റിമെയിൻസ് നിയർലി കോൺസ്റ്റന്റ്, വോൾട്ടേജ് വേരി ചെയ്യുമ്പോഴും കറണ്ട് നിയർലി കോൺസ്റ്റന്റ് 6.7% വേരി ചെയ്യുമ്പോൾ അവിടെ 12 വേരി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻ DCSP in GTAW which terminal is tungsten connected with? എന്താണ്? നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. നോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, DCSP സ്ട്രേറ്റ് പൊളാരിറ്റി. What is the main disadvantage using DCRP? എന്താണ്? അതായത് അവിടെ DCRP ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി ആണ്. റിവേഴ്സ് പൊളാരിറ്റി വരുന്ന സമയത്ത് ടങ്സ്റ്റണിലേക്കാണ് കൂടുതൽ ടെമ്പറേച്ചർ വരിക. അപ്പോൾ അവിടെ ഓവർ ഹീറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. Which statement correctly covers DCSP and DCRP in detail? DCSP gives narrow bits, DCRP gives shallow bits.
അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി. What is the main advantage of using pulsed TIG welding? എന്താണ്? Better penetration with less heat and distortion. In pulsed TIG, what is the function of background current? എന്താണ്? ഈ ആർക്കിനെ അലൈവ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബാക്ക്ഗ്രൗണ്ട് കറന്റിന്റെ പ്രത്യേകത. What does the pulse per second indicates in pulsed TIG? എന്താണ്? Number of times per second current reaches the peak value. എത്ര തവണ പീക്ക് വാല്യൂയിൽ എത്തുന്നു എന്നുള്ളതാണ് pulse per PPS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. What is the color code identify the pure tungsten? ഏതാണ്? ഗ്രീൻ കളർ. ഗ്രീൻ കളർ. Which type of tungsten identify your red color? Tungsten with 2% thorium. Important ആണ്. ഇവിടെ നമുക്ക് ബ്ലാക്ക് കളർ ലന്താനമാണ്. ലന്താനം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരുന്ന ഏരിയയാണ്. വിച്ച് ടൈപ്പ് ഓഫ് റെക്കമെൻഡ് ഫ്ലാറ്റ് ഏരിയസ് ബേണിംഗ് ടെക്സ്റ്റൈൽ ടു ഇൻക്രീസ് ഇറ്റ്സ് ലൈഫ് ടൈം. അപ്പം ഇതിന്റെ ഈ താഴെ ഒരു ചെറിയൊരു കൊടുക്കാം 0.5 ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ബ്ലെൻഡിങ് ഏരിയ എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ്. വൈ ഇസ് ദ ടെക്സ്റ്റൈൽ ടോപ്പ് ബ്ലെൻഡഡ് ഡിറ്റക്റ്റഡ്? എന്താണ്? ഇലക്ട്രോണിന്റെ ലൈഫ് ടൈം കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. During AC TIG welding, what happens to textile prototype? It melts half globular shape. AC ന്റെ സമയത്ത് ഇവിടെ നോക്കുമ്പോൾ കാണാൻ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇതിന്റെ ടിപ്പ് ഉണ്ടാവുക എന്ന് ഓർക്കുക. What is the purpose of main purpose of adding 1 to 2% thorium oxide to textile? എന്താണ്? കറന്റ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ ഏകദേശം 45 to 50% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറന്റ് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാനും ആർക്ക് സ്റ്റെബിലിറ്റി കൂട്ടാനും നമുക്ക് പറ്റും. Which type of tensile electrode generally preferred for DC welding in GTAW? ഏതാണ്? തോറിയം ഓക്സൈഡ് അലോയിഡ് ടെക്സ്റ്റർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കി. What is the recommended tip shape of tensile electrode? AC TIG വെൽഡിംഗിന് നമുക്കറിയാം ഹെമിസ്ഫെരിക്കൽ റൗണ്ട് ടിപ്പ് ആണ് അവിടെ കയറി. What is the main function of collet in TIG torch? എന്താണ്? ടെൻഷൻ ഇലക്ട്രോഡിനെ ഹോൾഡ് ചെയ്യുക എന്നതാണ് കോളറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സിറാമിക് നോസിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഈ പറഞ്ഞ ഷീൽഡിംഗ് ഗ്യാസിനെ കൃത്യമായിട്ട് വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സിറാമിക് നോസിലിന്റെ ഫംഗ്ഷൻ. ബാക്ക് ക്യാപ്പ് ചെയ്യുന്നത് ഈ എക്സസ് ടങ്സ്റ്റനെ നമുക്ക് സ്റ്റോർ ചെയ്യാനും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ടോർച്ച് ലെങ്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യും. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഗ്യാസ് റെഗുലേറ്റർ? എന്താണ്? ഈ പറയുന്ന ആർഗൺ സിലിണ്ടർ പ്രഷറിനെയോ അല്ലെങ്കിൽ ഇതിനെ ഗ്യാസ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആർഗൺ സിലിണ്ടർ പ്രഷർ ടു യൂസബിൾ ലെവൽ ഫോർ. കാരണം നമുക്കറിയാം ഈ 175 to 200 ബാറിൽ നിന്ന് വരുന്നതിന് നമുക്ക് 0 to 3.5 ബാറിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറയ്ക്കേണ്ടതുണ്ട്. അതാണ് വാൽവുകളുടെ ഉദ്ദേശം. What is the range of flow rate? Can a flow meter control according to time? അതായത് 0 to 600 തൊട്ട് 0 to 200 2200 ലിറ്റർ പെർ അവർ ആയിരിക്കും ഒരു ഫ്ലോ മീറ്ററിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. There are two type of എന്താ പറയാ ഫ്ലോ മീറ്റേഴ്സ്, 0 to 600 or 0 to 2100. How does the flow meter control the flow of argon gas? മാനുവലി ഓപ്പറേറ്റ് നീഡിൽ വാൽവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, മൈൽഡ് സ്റ്റീൽ ആൻഡ് ലോ കാർബൺ സ്റ്റീൽ വിത്ത് ലെസ് ദാൻ 1% കാർബൺ ജനറേറ്റ് ഡു നോട്ട് റിക്വയർ പ്രീഹീറ്റിംഗ്. അതാണ് 0.3%. അപ്പം 0.3% എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ കാറ്റഗറിയിൽ വരുന്നതിന് നമുക്ക് എന്ത് വേണ്ട? പ്രീഹീറ്റ് നോർമലി ആവശ്യമില്ല. ഓക്കെ, വാട്ട് ഹാപ്പൻ ഇഫ് ദ ലോ അലോയ് സ്റ്റീൽ ലൈക്ക് ക്രോമിയം മൊളിബ്ഡീനിയം ആർ വെൽഡഡ് വിത്ത് ടു ലോ പ്രീഹീറ്റ് ടെമ്പറേച്ചർ? അപ്പൊ ഹീറ്റ് എഫക്ട്സ് ഓൺ ബിക്കം ഹാർഡ് ആൻഡ് ബ്രിട്ടിലായി പോകും. അപ്പൊ അങ്ങനെയുള്ളതിൽ നമുക്ക് എന്ത് വേണം? നിർബന്ധമായിട്ടും ഈ മാർട്ടിൻസൈറ്റ് ഫോർമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രീഹീറ്റ് കൊടുക്കും. അപ്പോൾ വാട്ട് ഈസ് ദ റെക്കമെൻഡ് പ്രീഹീറ്റ് ടെമ്പറേച്ചർ റേഞ്ച് ഫോർ ലോ അലോയ് സ്റ്റീൽ ടു പ്രിവെന്റ് മാർട്ടിൻസൈറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ 90 തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. ഇതുപോലെ തന്നെ നമ്മൾ ഒരു പ്രീഹീറ്റിംഗ് ടെമ്പറേച്ചർ വേറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 200 to 210 അല്ലെങ്കിൽ 200 to 310. ഓർക്കുന്നുണ്ട്? അതിന്റെ 200 to 210, 200 to 210 or 200 to 310. ഏതാന്ന് ഓർക്കുന്നുണ്ടോ? കാസ്റ്റേൺ അല്ലേ? കാസ്റ്റേൺ അല്ലേ? വെരി ഗുഡ്. അപ്പൊ കാരണം രണ്ട് വാല്യൂ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ എന്താണോ ആൻസർ വരുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓപ്ഷൻ യു ഹാവ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. കാരണം സാധാരണ 200 to 310 ആണ് സാധാരണ നോർമലി ആൻസർ വരേണ്ടത്. ഓക്കെ, കാരണം മറ്റത് 200 to 210 റേഞ്ച് ആയിട്ടൊന്നും പറയേണ്ടതായിരിക്കും. വാട്ട് ഷീൽഡിംഗ് ഗ്യാസ് ഇസ് ജനറലി യൂസ്ഡ് ഫോർ TIG വെൽഡിംഗ് ഓഫ് അലൂമിനിയം 3.2 mm thickness? ഏതാണ്? ആർഗൺ. What is the typical welding current range of welding 6.4 mm thick aluminum using argon അല്ലെങ്കിൽ ഹീലിംഗ് ഗ്യാസ്? ഏതാണ്? 260 to 320. അങ്ങനെ കുറെ ചാർട്ടുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാല്യൂ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന കൃത്യമായി പഠിക്കും. ഓക്കെ, വിച്ച് കണ്ടീഷൻ മസ്റ്റ് ബി ഫില്ലർ മെറ്റൽ വെൻ TIG വെൽഡിംഗ് ഓഫ് അലൂമിനിയം? ഏതാണ്? ഡ്രൈ ആൻഡ് ഫ്രീ ഓഫ് ഓക്സൈഡ്, ഗ്രീസ് ഓർ ഫോറിൻ മാറ്റർ. വിച്ച് ഷീൽഡിംഗ് ഗ്യാസ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ TIG വെൽഡിംഗ് ഓഫ് മെഗ്നീഷ്യം? ഏതാണ്? TIG വെൽഡിംഗ് ഓഫ് മെഗ്നീഷ്യത്തിന് നമ്മൾ ആർഗൺ ആണ് മോസ്റ്റ് റെക്കമെൻഡ്. ഓക്കെ, മെഗ്നീഷ്യം അലോയ്സ് ആർ ക്ലാസിഫൈഡ് ടു ഹൗ മെനി മെയിൻ ഗ്രൂപ്പ്സ്? ഏതാണ്? 3 ഗ്രൂപ്പുകളാണ്. അലൂമിനിയം സിങ്ക്, ഇവിടെ നോക്കുക, അലൂമിനിയം സിങ്ക് മെഗ്നീഷ്യം, അലൂമിനിയം മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ് മെഗ്നീഷ്യം. What is the recommended shielding gas flow rate for welding 12.8 thick magnesium metal? എത്രയാണ്? 35 CHF. 35 CHF. അതും വളരെ അപൂർവമായിട്ടാണ് ഈ രീതിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. What type of filler rod are used to TIG welding of stainless steel? AWS, ASTM, PRIA, Bayer, uncoated rods ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
For welding light gauge stainless steel below 1.6 thickness, which setup should be used? DCSP with RNEAS ആണ് നമ്മൾ അവിടെ വെൽഡിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ. Next, what is the recommended shielding gas flow rate for welding 6.4 mm thick stainless steel? 13 CH. മിഗ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വിച്ച് പാരാമീറ്റർ GMW കൺട്രോൾസ് വെൽഡിംഗ് കറന്റ്? അതാണ് വയർ ഫീഡ് സ്പീഡ് ആണ് വെൽഡിംഗ് കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഓർത്തിരിക്കുക. ബേസിക് റേഞ്ച് ഓഫ് നമ്മുടെ വയർ ഡയ എന്നുള്ളത് 0.8 mm to 2.4 mm ആണ്. കാരണം അത് കറണ്ട് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് വേരി ചെയ്യുമെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് നിലയിൽ 0.8 to 2.4 mm ആണ് ഓർത്തിരിക്കുക. ആ ട്രാവൽ സ്പീഡ് വളരെ കൂടി കഴിഞ്ഞാൽ വെൽ ബീറ്റ് ബിക്കം നാരോ ആൻഡ് മേ കോസ് അണ്ടർ കട്ടിംഗ് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. അതായത് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഷീൽഡിംഗ് ഗ്യാസ് ഇൻ GMW? എന്താണ് ഷീൽഡിംഗ് ഗ്യാസിന്റെ ഉദ്ദേശിച്ചത്? ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. റെക്കമെൻഡഡ് സ്റ്റിക്ക് ഔട്ട് ഫോർ ഷോർട്ട് സർക്യൂട്ട് ആർക്ക് എന്നുള്ള 6 to 13 mm ആണ്. മനസ്സിലാക്കി വെക്കുക, അത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കയറി വരുന്ന ഏരിയയാണ്. കാരണം അതുപോലെ തന്നെ സ്റ്റിക്ക് ഔട്ട് ഫോർ സ്പ്രേ ട്രാൻസ്ഫർ ആക്കുകയാണെങ്കിൽ 13 to 25 mm ആണ്. ഈ വാല്യൂസ് കൃത്യമായി ഓർത്തിരിക്കണം. വാട്ട് ഈസ് ദ യൂഷ്വൽ എലക്ട്രോഡ് ആംഗിൾ മെയിൻറ്റെയിൻ ഡ്യൂറിംഗ് GMW? 10 തൊട്ട് 15 ഡിഗ്രി ആണ്. ഓക്കെ. In which direction does the electron move in the forehand angle? Towards the direction of welding ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുക. മനസ്സിലാക്കുക. ഓക്കെ. Which type of arc voltage range used in spray transfer? 28 തൊട്ട് 32 volt. What happened if the stick out is too long? Excess weld metal and spatter സംഭവിക്കും. കാരണം സ്റ്റിക്ക് ഔട്ട് ഒരുപാട് കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ ഉറപ്പായിട്ടും എന്തൊരു സ്പാറ്ററിന് സാധ്യതയുണ്ട്. ഓക്കെ. Which type of following is not a mode of metal transfer in GMW? ഏതാണ്? ഇപ്പം സ്പ്രേ ട്രാൻസ്ഫർ, ഗ്ലോബുലർ ട്രാൻസ്ഫർ, ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. പ്ലാസ്മ ട്രാൻസ്ഫർ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നില്ല, GMW യൂസ് ചെയ്യുന്നില്ല. What is the voltage range used for spray transfer in GMW? 28 തൊട്ട് 32 വോൾട്ട്. ഈ വോൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരുന്നതാണ്, നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. Which type of metal transfer uses CO2 as shielding gas and produce more spatter? Globular transfer. In short circuit transfer, what happens before each drop of molten metal transits to weld board? അതായത് ഇലക്ട്രോൺ ഈ വെൽഡ് ബോർഡിനെ ടച്ച് ചെയ്യും. ഇതിലാണെങ്കിൽ ഡിപ് ട്രാൻസ്ഫറിലാണ്. ഓക്കെ. What is the typical range of short circuit transfer? 16 to 22 volt. 16 to 22 volt. Which type of metal transfer GMW best suited for welding thin second alloys all position welding? ഏതാണ് short circuiting transfer? What is the main purpose of background current in pulse to spray transfer? To keep arc alive. Okay. Which statement best describe pulse to spray transfer? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ് പൾസ് സ്പ്രേ ട്രാൻസ്ഫർ. മെറ്റൽ ഡോക്ടേഴ്സ് ആർ ഡിറ്റാച്ച് ഡ്യൂറിംഗ് ഈച്ച് പൾസ് ഓഫറിംഗ് ബെറ്റർ കൺട്രോൾ ആൻഡ് ലെസ് പാരൻ. കൃത്യമായിട്ടാണ് വരിക. അപ്പൊ അതിലൊരു എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് കറണ്ട് ഉണ്ട്, ആക്റ്റീവ് കറണ്ട് ഉണ്ട്. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ഡ്രോപ്ലെറ്റ്സിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. Which type of following is an advantage of pulse to spray transfer? Less pattern and better control. Cheaper setup അല്ല, അത്യാവശ്യം എന്താ പറയുക കോസ്റ്റ്ലി ആണ്. The following disadvantage that needs operator training and has lower deposit rate. Okay. What is the primary function of a wire feeder in MIG and MAG welding setup? ഏതാണ്? To push the wire electrode through the welding torch. എന്തിനാണ് വയർ ഫീഡർ യൂസ് ചെയ്യുന്നതാണ്? വയർ ഫീഡറുമായി ബന്ധപ്പെട്ട് എന്തായാലും ക്വസ്റ്റ്യൻ കയറി വരും. Which part of the wire feed system holds the spool in wire feed position? എന്താണ്? വയർ സ്പൂൾ ഹോൾഡർ ആണ് ആൻസർ ആയിട്ട് വരിക. What is the main purpose of drive motor? എന്താണ് ഈ പറയുന്ന റോളറിനെ കൃത്യമായിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡ്രൈവ് മോട്ടോറിന്റെ ഫംഗ്ഷൻ. അലൂമിനിയം ആൻഡ് സോഫ്റ്റ് വയേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് യു ഗ്രൂവ്ഡ് റോളറുകളാണ്. അതുപോലെ ഫ്ലെക്സ് കോഡ് വയറുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നെർഡ് റോളറുകളാണ്. ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ടിപ്പിക്കൽ സ്പീഡ് വയർ ഫീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 to 25 മീറ്റർ പെർ മിനിറ്റ് ആണ്. മനസ്സിലാക്കി വെക്കാം. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് പർജ് സ്വിച്ച്? അതായത് ഒരു ടെസ്റ്റ് ദ ഗ്യാസ് ഫ്ലോ വിത്തൗട്ട് ഫീഡിംഗ് വയർ എന്നുള്ളതാണ് പർജ് സ്വിച്ചിന്റെ ഫംഗ്ഷൻ. കൃത്യമായി ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വാട്ട് ഡസ് ബേൺ ബാക്ക് കൺട്രോൾ അഡ്ജസ്റ്റ് ദ ഫീഡ് ഫീഡ്? അതായത് burn back sets how far the wire melts back towards the contact tip after welding and preventing the wire sticking on time. കാരണം വെൽഡിന് ശേഷം എത്രത്തോളം പുറകിലോട്ട് വരണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ബേൺ ബാക്ക് കൺട്രോൾ. കാരണം GMW എന്ന് പറയുന്നത് ഒരുപാട് എക്സ്റ്റേണൽ കൺട്രോൾസ് ആവശ്യമുള്ള ഒരു വെൽഡിംഗ് ടൈപ്പ് ആണ്. ഓർത്തിരിക്കുക. വാട്ട് കുഡ് ഹാപ്പൺ ഇഫ് ദ ബേൺ ബാക്ക് സെറ്റിംഗ് ഈസ് ടു ലോ? അതായത് വയർ എന്ത് ചെയ്യും? വെൽഡ് ബോൾ മേക്കോട്ട് മേ ഫ്യൂസ് ടു വെൽഡ് ബോൾ. ദ വയർ മേ ഫ്യൂസ് ടു വെൽഡ് ബോൾ. കാരണം അത് കൃത്യമായിട്ട് പുറകോട്ട് വന്നിരിക്കണം. ഓക്കെ ഓക്കെ ക്ലിയർ? അതായത് ഇത് തിരിച്ച് മെൽ ബാക്ക് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇത് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ബട്ട് ഇൻ ദ പർപ്പസ് ഓഫ് സ്പോട്ട് ടൈമേഴ്സ്, അതായത് ഒരു സാധനം എത്ര സമയം അവിടെ നിൽക്കണം എന്നുള്ളതാണ് ടൈമേഴ്സിന്റെ പ്രത്യേകത. സ്പോട്ട് ടൈമർ റെഗുലേറ്റ് ദ ടൈം ഓഫ് ദ വയർ ബട്ട് ആഫ്റ്റർ ആക്ടിവേറ്റഡ് ട്രിഗർ യൂസ് ഫോർ ഇന്റർമിറ്റിംഗ് സ്പോട്ട് വെൽഡിംഗ് ഓപ്പറേഷൻ. ഓക്കെ ഓക്കെ വെള്ളം
പെർഫോമൻസ് ആൻഡ് മെത്തഡ് ട്രാൻസ്ഫർ കാറ്റഗറീസ് GMAW മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ഏതാണ് ഡയമീറ്റർ ഓഫ് ദ വയർ ആൻഡ് മെഷീൻ സെറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂസ്ഫുൾ ആംബിയർ റേഞ്ച് ഫോർ 1.2 mm വയർ ഇൻ സ്പ്രേ ആർക്ക് ആൻഡ് ഫൈബേഴ്സ്? എത്രയാണ്? 200 തൊട്ട് 315. ഓക്കെ, കാരണം ആ ടേബിളുകൾ ഒന്ന് ആ ഫസ്റ്റ് വാല്യൂ മാത്രമേ നിങ്ങൾ പഠിച്ചു വെക്കുക. പിക്ചർ ദ ഫോളോയിങ് AW സ്ട്രക്ചർ യൂസ് കാർബൺ സ്റ്റീൽ GMAW ഏതാണ്? ഇയർ 70. അതായത് പല ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഈ പറയുന്നതിൽ ഏതാണ് നമ്മുടെ എക്സാമ്പിൾ മാത്രം ഓർത്തിരുന്ന. ഇൻ AW സ്കോട്ട് ER70S6 ഈ 70 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. 70 into 1000 70,000 PSI ആണ് അവിടെ മെയിൻ ചെയ്യുന്നത് ഓർത്തിരിക്കുക. എസ് എന്ന് പറഞ്ഞാൽ സോളിഡ് വയർ ഓർ റോഡ് ആണ് എന്നാണ് അവിടെ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, which of the following elements are T-oxides in mild steel filler rod? Silicon അല്ലെങ്കിൽ manganese ആണ് T-oxides ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. What is arc voltage range of 0.8 mm wire used in short circuit voltage? 16 to 22 volt. Which gas are generally used for GMAW non-ferrous metals? Argon അല്ലെങ്കിൽ helium. Okay, യൂസ് ചെയ്യാം. Why is helium preferred for welding thicker metals? കാരണം ഇത് ആർഗണിനെക്കാളും കൂടുതൽ എന്ത് ചെയ്യും? ഹീറ്റ് കണ്ടക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തിക്കർ സെക്ഷനിൽ നമ്മൾ ഹീലിയം ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. Which gas is more suitable for thinner metal? Thinner metal നമുക്ക് ആർഗൺ ആയിരിക്കും. Okay. Which statement about argon and helium is correct? Argon gives deeper penetration, while helium gives wider beads. Okay. Which gas is 10 times heavier than helium? അതായത് heavier than helium എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ആർഗൺ കൊണ്ട് മാക്സിമം നമുക്ക് ഷീൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആർഗൺ വിൽ ബി ദ റൈറ്റ് ആൻസർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. What is the key advantage using carbon dioxide gas in GMAW? കാരണം ലോ കോസ്റ്റ് ആൻഡ് ഡീപ് പെനട്രേഷൻ ആണ്. പക്ഷെ അതിനനുസരിച്ച് കുറെ പ്രശ്നങ്ങളും ഉണ്ട്. കാരണം സ്പാറ്റർ ഒക്കെ കൂടുതലായിരിക്കും ഇതിലുണ്ടാവും. ഹൗ മച്ച് CO2 ഗ്യാസ് ടിപ്പിക്കലി കൺവേർട്ട് ടു CO? അതായത് ഒരു ആർക്കിൽ ഒരു 7 തൊട്ട് 12% നമ്മൾ ഈ CO യൂസ് ചെയ്യുമ്പോൾ അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. അതും നമുക്ക് എന്താണ് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് CO2 നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറ്. ഓക്കെ, വൈ ഷോർട്ട് ആർക്ക് മെയിൻറ്റെയിൻ വെൻ വെൽഡിംഗ് വിത്ത് CO2 ഗ്യാസ്? കാരണം പാറ്റേൺ സാധ്യത കൂടുതലുള്ള സാധനമാണ് CO2 ഗ്യാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും ഷോർട്ട് ആർക്ക് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Compared to argon or helium, how much higher current is generally required when using CO2? അതായത് കറണ്ടിന്റെ റിക്വയർമെന്റ് എടുക്കുകയാണെങ്കിലും നോർമലി ഉള്ളതിന്റെ 25% എക്സ്ട്രാ നമുക്ക് ആവശ്യമുണ്ട് CO2 നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. What is the main reason of deoxidizers like aluminum or manganese are added when welding with CO2? എന്നാണ്? To remove oxygen from welding. Okay. കാരണം deoxidizers ആയിട്ടാണ് യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. What is the purpose of CO2 gas cylinder are regulated in GMAW welding? എന്നാണ്? To control gas pressure and supply shielding gas to the torch. What does the gas flow meter measure in CO2 or inert gas welding? എന്താണ് മെഷർ ചെയ്യുന്നത്? എന്താണ്? റേറ്റ് ഓഫ് ഗ്യാസ് ഫ്ലോ ഇൻ ലിറ്റർ പെർ മിനിറ്റ്. Why is gas preheater? CO2 welding gas preheater എന്ന് യൂസ് ചെയ്യുന്നു. Avoid freezing in the regulate and ensure uniform gas flow. കാരണം നമുക്കറിയാം ഇതിനുള്ളിൽ മോയ്സ്ചർ പെട്ടെന്ന് എക്സ്പാൻഡ് കൂളാവും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഫ്രീസിങ് സംഭവിക്കുന്നുണ്ട്. അതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഹീറ്ററിന്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, which compound prevent blockage of gas pass in CO2? gas heat. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ് ആണ്. സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്. ഫ്രിക്ഷൻ വെൽഡിംഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? കാരണം ഇത് വളരെ കീവേഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഫ്രിക്ഷൻ വെൽഡിംഗ് ബന്ധപ്പെട്ട സമയത്ത് ഫ്രിക്ഷണൽ ഹീറ്റ് ആയിരിക്കും ഇവിടുത്തെ ഹീറ്റ് ഇൻപുട്ട് ആയിട്ട് വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഒരു ഗ്യാപ്പ് എടുത്താലോ? ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പ് എടുത്താലോ? ഒരു 5 മിനിറ്റ്സ്. ഓക്കെ, I will come exactly at 4:10. ഓക്കെ, 5 മിനിറ്റ് എടുക്കാം. 4:07 ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോരാ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് സ്പെഷ്യൽ വെൽഡിംഗ് ആണ്. സ്പെഷ്യൽ വെൽഡിംഗിന് നമുക്ക് ആദ്യം പർപ്പസ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്താണ്? ടു യൂസ് ഫ്രിക്ഷണൽ ഹീറ്റ് ബിറ്റ്വീൻ ടു മെറ്റിംഗ് അല്ലെങ്കിൽ ടു മെറ്റൽസ് ആണ്. എന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് ഫില്ലർ റോഡ് റിക്വയർഡ് മീൻസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ്. ഹൈലി സ്കിൽഡ് വെൽഡർ ഈസ് നോട്ട് റിക്വയർഡ്. It is suitable for welding dissimilar metals, low power consumption. Friction welding does not require filler metal or electrode എന്നാണ് അല്ലേ? ഫില്ലർ റോഡ് ഈസ് റിക്വയർഡ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് അല്ല. ക്ലിയർ? ഓക്കെ, ആക്ച്വലി ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തായിരുന്നാലും ഓർത്തിരിക്കുക, നമുക്ക് ഫ്രിക്ഷൻ വെൽഡിങ്ങിന് എന്തിന്റെ ആവശ്യമില്ല, ഫില്ലർ റോഡിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. മെറ്റൽസ് ലൈക്ക് കാർബൺ സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം ആൻഡ് ടൈറ്റാനിയം ക്യാൻ ബി വെൽഡഡ് ബൈ ഫ്രിക്ഷൻ വെൽഡിംഗ്. ഓക്കെ,
ക്ലിയർ. വൺ മേജർ ലിമിറ്റേഷൻ ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇപ്പോൾ സാധാരണ ഇപ്പൊ ഇത് രണ്ടും നമുക്ക് ഫ്രിക്ഷൻ വെൽഡ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടിനെയും ക്ലോസ് കൊണ്ടുവന്നിട്ട് ഇതിനിടയിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും നമുക്കൊരു എൻഡ് ടു എൻഡ് വെൽഡ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ഫ്രിക്ഷൻ വെൽഡിംഗ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രധാന ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ഫ്രിക്ഷൻ വെൽഡിംഗ് ഹീറ്റ് ജനറേറ്റ്, അതായത് ഒരു പാർട്ട് റൊട്ടേറ്റിംഗ് ഒരു പാർട്ട് സ്റ്റേഷനറി ആക്കി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫ്രിക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളോട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the pressure applied during friction welding a half-inch low carbon steel rod എന്ന് പറയുന്നത് ഏകദേശം 5000 തൊട്ട് 10000 PSI ആണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി കൊടുക്കുന്ന കോൺടാക്ട് പ്രഷർ എന്ന് ഓർത്തിരിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ് ഓവർ മെറ്റാലിക് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ക്ലീൻ മെറ്റൽ ടു മെറ്റൽ വെൽഡിംഗ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് കോൺടാക്ട് പ്രഷർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹാഫ്-ഇഞ്ച് കാർബൺ സ്റ്റീൽ ഫ്രിക്ഷൻ വെൽഡിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3000 RPM ആയിരിക്കും. കാരണം എങ്കിൽ മാത്രമാണ് സഫീഷ്യന്റ് ഫ്രിക്ഷണൽ ഹീറ്റ് നമുക്ക് അവിടെ കിട്ടുള്ളൂ. അതുപോലെ മീഡിയം ആൻഡ് ഹൈ അലോയ് സ്റ്റീൽ ഫോർജിംഗ് പ്രഷർ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം 15000 തൊട്ട് 60000 PSI വരെ ആയിരിക്കും എന്ന് ഓർത്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലേസർ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ളതാണ് ലേസറിന്റെ ഫുൾ ഫോം. അത് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നേക്കാം. അതുപോലെ which of the following gases commonly used in gas laser welding? അപ്പോൾ ഇവിടെ ഉള്ള ഓപ്ഷൻസിൽ CO2 ആയിരിക്കും കൃത്യമായ ആൻസർ ആയിട്ട് വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ദ മെയിൻ ലേസിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ലേസർ, അല്ലെങ്കിൽ അതിനെ പറയുന്നത് റൂബി റോഡ് എന്നുള്ളതാണ്. റൂബി റോഡ് അല്ലെങ്കിൽ സഫയർ ആയിരിക്കും നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലാഷ് ലാമ്പ് ഇൻ ലേസർ വെൽഡിംഗ് ടു, അതായത് ഈ പറയുന്ന ഇലക്ട്രോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അത് സപ്ലൈ സ്റ്റിമുലേറ്റ് ലൈറ്റ് ടു എക്സിറ്റ് ഇലക്ട്രോൺസ്, അതാണ് നമ്മൾ ഈ ഫ്ലാഷ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് വരുന്നത്. അതുപോലെ ലേസർ ബീം ഇൻ വെൽഡിംഗ് ഡിസൈഡ് ആസ് ഹൈ ഇന്റൻസിറ്റി മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ലേസർ യൂസസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് സച്ച് ആസ് 90% ഹീലിയം ആൻഡ് 10% നിയോൺ? ഏതാണ്? സോൾഡ് ഗ്യാസ് ലേസർ. ഓക്കെ, ഒരുപാട് ടൈപ്പ് ഓഫ് ലേസേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്ട് ഹാപ്പൻസ് ടു ദ ലേസർ ബീം ഇൻസൈഡ് ദ റിഫ്ലക്റ്റീവ് മിറേഴ്സ് ബിഫോർ ഇറ്റ് എക്സിറ്റ്? എന്നാണ്? ഇറ്റ് ഈസ് ഇൻക്രീസസ് ദ ഇന്റൻസിറ്റി, അല്ലേ? അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. Next, electron beam welding is performed in, of course, in vacuum chamber. അവിടെ ഇലക്ട്രോൺ ബീം എന്താ പറയുക, ഇലക്ട്രോൺ സോഴ്സിന് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. അത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസിലേക്കാണ്. അപ്പോഴാണ് ഇലക്ട്രോൺ ഉണ്ടായത്. The speed of electron EBW varies from electron beam welding varies from 48,000 to 1,92,000 km/s ആണ്. ഓർത്തിരിക്കുക, മീറ്റർ പെർ സെക്കൻഡ് അല്ല, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കോ, 48,000 to 1,00,000 കിലോമീറ്റർ പെർ സെക്കൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദി വോൾട്ടേജ്. ഞാൻ ഓപ്ഷൻ മാർക്ക് ചെയ്തത് മാറിപ്പോയതാണ്, ജസ്റ്റ് നോട്ട് ദിസ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് റിക്വയർസ് നോ ഇലക്ട്രോഡ് ഓർ ഫില്ലർ റോഡ്, അല്ലേ? ഇലക്ട്രോൺ ബീം വെൽഡിംഗ് നമുക്ക് ഇലക്ട്രോണിന്റെ ആവശ്യം വരുന്നില്ല. വൈസ് വാക്യൂം ചേമ്പർ യൂസ് EBW, കാരണം ഈ നമ്മുടെ എയർ മോളിക്യൂൾസ് ആയിട്ടുള്ള കൊളൈഡിംഗ് ഒഴിവാക്കാനാണ് നമ്മൾ വാക്യൂം ചേമ്പർ യൂസ് ചെയ്യുന്നത്. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ്? ഏതാണ്? വെരി ഹൈ വെൽഡിംഗ് സ്പീഡ് കൊടുക്കുക എന്നുള്ളത്, ഉണ്ടാക്കിയെടുക്കുക. EBW എസ്പെഷ്യലി യൂസ് ഫോർ വെൽഡിംഗ് ടൈറ്റാനിയം, സിർക്കോണിയം ആൻഡ് മൊളിബ്ഡിനം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ. കാരണം ഇങ്ങനെയുള്ള സ്പെഷ്യൽ വെൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ EBW എന്ന സംഭവം ഡെവലപ്പ് ചെയ്തത്. മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്സ്ട്രക്റ്റഡ് ജോയിന്റ്സ് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വെൽഡ് ബീം പോകുന്ന സമയത്ത്, ഇലക്ട്രോൺ ബീം പോകുന്ന സമയത്ത് ഇഫ് ദർ ഈസ് ആൻ ഒബ്സ്ട്രക്ഷൻ ബിറ്റ്വീൻ ദിസ് വി കാനോട്ട്, എന്താ പറയുക, അതിനപ്പുറത്തോട് പാസ് ചെയ്യില്ല, അല്ലെ? അപ്പൊ നമുക്ക് ഒബ്സ്ട്രക്റ്റഡ് ജോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തിരിക്കും. വാട്ട് കമ്പോണന്റ് ഫോക്കസ് ദ ഇലക്ട്രോൺ ബീം ഇൻടു നാരോ സ്ട്രീം? ഏതാണ്? അവിടെ നമുക്ക് മാഗ്നറ്റിക് ലെൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻ EBW the heat energy at the weld is mainly produced by, ഏതാണ്? kinetic energy of high speed electrons ആണ്. kinetic energy of high speed electron നമ്മൾ അവിടെ യൂസ് ചെയ്യും. തെർമിറ്റ് ഈസ് മെയിൻലി മിക്സ്ചർ ഓഫ്, ഇതാണ് അലൂമിനിയം ആൻഡ് അയോൺ ഓക്സൈഡ് മിക്സ്ചർ ആണ് നമ്മൾ തെർമിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. തെർമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്, ഓർത്തിരിക്കുക. പ്ലാസ്റ്റിക് ഓർ പ്രഷർ തെർമിറ്റ് മെയിൻലി യൂസ്ഡ് ഫോർ, ഏതാണ്? തിക് പൈപ്സ് ഓഫ് റെയിൽസിനെ വെൽഡ് ചെയ്യാനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ തെർമിറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെയും അയൺ ഓക്സൈഡിന്റെയും ഒരു മിക്സ്ചറാണ്. 5:8 ആണ് ഇതിന്റെ റേഷ്യോ എന്ന് ഓർത്തിരിക്കാം. 5:8 എന്ന് പറയുന്ന റേഷ്യോ ഓർത്തിരിക്കാം. വിച്ച് ഇൻഗ്രീഡിയന്റ് ഈസ് ആഡഡ് ടു MS തെർമിറ്റ് ടു അഡ്ജസ്റ്റ് ദ കെമിസ്ട്രി ഓഫ് വെൽഡ് മെറ്റൽ? ഏതാണ്? മാംഗനീസ് ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. കാസ്റ്റൈൻ തെർമിറ്റ് കണ്ടെയ്ൻസ് അഡീഷൻസ് ഓഫ് ഫെറോസിലിക്കൺ ആൻഡ് മൈൽഡ് സ്റ്റീൽ പഞ്ചിങ്, അല്ലെ? കാസ്റ്റൈൻ തെർമിറ്റിലേക്ക് എന്താണ് ആഡ് ചെയ്യുന്നത്? ഫെറോസിലിക്കണോ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ പഞ്ചിങ്സോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് suitable for welding castern ആണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. In non pressure thermit welding the first step എന്ന് പറയുന്നത് എന്താണ്? joint clean ചെയ്യുക. Cleaning the joint is the first step. Thermit for welding rails usually include carbon and manganese.
The ignition powder for thermal welding typically contains എന്താണ് magnesium or aluminum with barium peroxide ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. Okay, thermal used for welding electric connections, very important question, copper oxide അല്ലെങ്കിൽ അലൂമിനിയം ആണ്, മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, തിക് പ്ലേറ്റ്സ് ഓഫ് 25 mm or above, അവിടെയാണ് നമ്മൾ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് റെക്കമെൻഡ് ചെയ്യുന്നത്, മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു സിംഗിൾ പാസ് നമുക്ക് അത്രയും വെൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗിൽ ഹീറ്റ് സോഴ്സ് ആഫ്റ്റർ ഇനീഷ്യൽ ആർക് ഫോർമേഷൻ എന്ന് പറയുന്നത് resistant heat from molten slag നിന്നാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു. The temperature of molten slag in ESW എന്ന് പറയുന്നത് 1650 ഡിഗ്രി സെൽഷ്യസ് ആണ്, സർഫേസും 1930 ഡിഗ്രി ഇൻസൈഡും ആയിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വാല്യൂസ്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ESW the welding plates are positioned എന്ന് പറയുന്നത് വെർട്ടിക്കൽ പൊസിഷൻ മാത്രമായിരിക്കണം. അതുകൊണ്ട് വെർട്ടിക്കൽ ഫ്ലെക്സ് വെൽഡിംഗ് എന്നതിനും കൂടെ തന്നെ അറിയപ്പെടാറുണ്ട്. The main function of welding flux in ESW എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസിലേക്ക് എത്താതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കോപ്പർ ഡാംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഈ വെൽഡ് മെറ്റലിനെ കൂൾ ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറയുന്ന മോൾട്ടൺ സ്ലാഗിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് കോപ്പർ ഡാംസ് അല്ലെങ്കിൽ കോപ്പർ ഷൂസിന്റെ ഉദ്ദേശം, മനസ്സിലാക്കി വെക്കാം. Which of the following is an advantage of ESW? എന്താണ്? ഹൈ distortion, very low deposit and suitable thick plates. That is no spatter will be the right answer in this question. ESW allows welding in how many pass for thick plates? അതായത് up to 25 mm നമുക്ക് സിംഗിൾ പാസിൽ തന്നെ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. The welding flux in ESW എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഇട്ട് മോട്ടർ സ്ലാഗ്, കാരണം അത് നമുക്ക് മോട്ടർ സ്ലാഗിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ കണ്ടിന്യൂസ് വെൽഡിംഗ് ഓഫ് എന്ത് വേണം, ഫ്ലക്സ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ഈസ് കൺസിഡേർഡ് എ ഫർദർ ഡെവലപ്മെന്റ് ഓഫ് SAW ന്റെ ഒരു ഫർദർ ഡെവലപ്മെന്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് വരുന്നത്. ഓർത്തിരിക്കുക. സമ്മർദ്ദ ആർക് വെൽഡിംഗ് യൂസസ് ആൻ ആർക്ക് ബിറ്റ്വീൻ ബെയർ മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് വെൽഡ്. ഓക്കെ. The main role of granular flux in SAW എന്താണ്, നമുക്ക് ഈ വെൽഡ് പൂളിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് റോൾ ഓഫ് ഗ്രാനുലാർ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് ഇൻ SAW എന്ന് പറയുന്നത് നോൺ കണ്ടക്റ്റീവ് വെൻ കോൾഡ് ആൻഡ് കണ്ടക്റ്റീവ് വെൻ മോൾട്ടൺ ആണ്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. Which of the following metals can be welded by SAW? ഏതാണ്? അലൂമിനിയം, കോപ്പർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബ്രാസ് എന്ന് പറയുമ്പോൾ ഫ്രം ദീസ് ഓപ്ഷൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ വിൽ ബി ദ റൈറ്റ് ആൻസർ. കാരണം ലോ, മീഡിയം, ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. നോൺ ഫെറസ് നമുക്ക് എന്ത് വെച്ച് ചെയ്യാറില്ല, SAW വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഓപ്ഷൻ, വി ഹാവ് ടു ചൂസ് അവർ ആൻസർ അല്ലേ. ഫോർ പ്ലേറ്റ് തിക്നെസ് above 25 mm SOW, WB അല്ലെങ്കിൽ W എന്റെ പ്രിപ്പറേഷൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് SAW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വോൾട്ടേജ്, സ്പീഡ് ഓഫ് ട്രാവൽ, ഇലക്ട്രോഡ് ഫീഡ് എല്ലാം ഇതിന്റെ എന്തായിരിക്കും, ഓട്ടോമാറ്റിക് ആയിരിക്കും. സെമി ഓട്ടോമാറ്റിക് SAW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് മാനുവലി ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇലക്ട്രോഡ് യൂസ് ഇൻ SAW എന്ന് പറഞ്ഞാൽ ബെയർ അല്ലെങ്കിൽ ലൈറ്റ്ലി കോപ്പർ കോട്ടഡ് വയേഴ്സ് ആയിരിക്കും. സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്, കാരണം ഈ വെൽഡ് ഏരിയ മൊത്തം ഫ്ലെക്സ് കൊണ്ട് കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇൻ SAW. അതുകൊണ്ട് തന്നെ ആർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ വൂളോ അല്ലെങ്കിൽ അയൺ പൗഡറോ നമ്മളിവിടെ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു വെൽപൂളുണ്ട്, ഒരു സ്റ്റീൽ വൂളുണ്ട്, അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 10 mm ആയിരിക്കും ഓർത്തിരിക്കുക. ഫ്ലക്സ് യൂസ് ഇൻ SAW എന്ന് പറയുന്നത് ഗ്യാസ് ഫോമിംഗ്, ഫ്രീ ഫ്രം ഗ്യാസ് ഫോമിംഗ് സബ്സ്റ്റൻസസ് ആയിരിക്കണം. ഓക്കെ, കാരണം അല്ലെങ്കിൽ പോറോസിറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. The molten welded metal in SAW protected by granular flux blanket. Granular flux blanket. In SAW standard electro-wire diameter എന്ന് പറയുന്നത് 2 to 8 mm ആയിരിക്കും. It's very important value, 2 to 8 mm. 2 to 8 mm. The steel wool ball used for arc starting on SAW എന്ന് പറയുമ്പോൾ 10 mm ആണ്. അത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്, കാരണം സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സിൽ നിന്ന് എന്നാൽ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. Why is arc starting difficult in SAW? കാരണം ഈ ഫ്ലെക്സ് ലെയർ ഇത് ഹൈഡ് ചെയ്തിരിക്കുകയാണ്, അതാണ് അവിടുത്തെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് അല്ലെ. ഫ്ലക്സ് യൂസ്ഡ് ഇൻ SAW become conductive only when it is molten. അത് കൃത്യമായി ഓർത്തിരിക്കുക, കോൾഡ് കണ്ടീഷനിൽ ഇത് കണ്ടക്റ്റീവ് അല്ല, ഇത് എന്താ പറയാ, മോൾട്ടൺ സ്റ്റേജിൽ ഇത് കണ്ടക്റ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ. ഡ്യൂറിംഗ് ആർക് initiation using iron powder or steel wool, the purpose is to conduct current from electrode to workpiece. Of course we know options നന്നായി വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. The heat produced in resistant welding is given by the formula H is equal to I squared RT. ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ്. റെസിസ്റ്റന്റ് വെൽഡിംഗിലെ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂ ടു റെസിസ്റ്റീവ് ഇലക്ട്രിക് കറന്റ്. Which part supplies compressed air pressure to the lever system in resistant welding machine? Air cylinder. Okay. The electric circuit of a resistant welding machine consists of a step down transformer. കാരണം നമുക്ക് കുറെ പാർട്ടുകൾ പഠിച്ചു, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റന്റ് വെൽഡിംഗ് ആണ്. അപ്പോൾ 2 ഇലക്ട്രോഡ്സ് പ്രസിംഗ് ദ വർക്ക് പീസ് ആണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്പോട്ട് വെൽഡിംഗ് കിട്ടുന്നത്. അവിടെ നമുക്ക് ആ HSL ഐസ്കോഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നോക്കിയത്.
കൂളിംഗ് വാട്ടർ ഇൻ സർക്കുലേറ്റഡ് ദ ഇലക്ട്രോൺ മെയിൻലി ഡ്യൂ ടു പ്രിവെന്റ് ഓവർ ഹീറ്റ്. കാരണം കൂളിംഗ് വാട്ടർ എന്തായാലും നമുക്ക് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഓവർ ഹീറ്റ് പ്രിവെന്റ് ചെയ്യാനായിരിക്കും. സ്പോട്ട് വെൽഡിങ്ങിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് പ്രഷർ, കറണ്ട് ആൻഡ് ഹോൾഡ് എന്നുള്ളതാണ്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, സീം വെൽഡിംഗ് എന്ന് പറയുന്നത് സ്പോട്ട് വെൽഡിംഗ് പോലെ തന്നെയാണ്. കാരണം ഒരു ഓവർലാപ്പ് ചെയ്തിട്ടുള്ള സ്പോട്ട് വെൽഡിങ്ങുകളെയാണ് നമ്മൾ സീം വെൽഡിംഗ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്ലേറ്റ് അതൊക്കെ മീൻസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. കൂളിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ സീം വെൽഡിംഗ് ഇസ് ഡൺ ബൈ ഇന്റേണൽ വാട്ടർ സർക്കുലേഷൻ ഓർ എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സീം വെൽഡിംഗ് ക്യാൻ ബി യൂസ് ടു വെൽഡ് ബോത്ത് ലാപ്പ് ആൻഡ് ബട്ട് ജോയിന്റ്. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് തന്നെയാണ്. കാരണം പ്രൊജക്ഷൻ വെൽഡിംഗിൽ ഓർത്തിരിക്കേണ്ടത് resembles spot welding by user resting welding principle with projections localize. കാരണം ഒരു സ്ഥലത്ത് പ്രൊജക്ട് ചെയ്യുന്നു, ആ പ്രൊജക്ട് ചെയ്യുന്നിടത്തോടെ ലോക്കലൈസ് ചെയ്യാണ് ചെയ്യുക. കാരണം എംബോസിംഗോ സ്റ്റാമ്പിങ്ങോ മെഷീനിങ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രൊജക്ഷൻസ് കൊടുക്കും. ഓക്കെ, ക്ലിയർ? കാരണം സ്പേസ് ആ കോൺസെൻട്രേറ്റ് പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈ റെസിസ്റ്റൻസ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. പിച്ച് മെറ്റൽ ആർ നോട്ട് സൂട്ടബിൾ ഫോർ പ്രൊജക്ഷൻ വെൽഡിംഗ്. ബ്രാസ് ആൻഡ് കോപ്പർ നമുക്ക് അവിടെ പറ്റില്ല. കാരണം അത് ഈസിലി പ്രഷർ വരുന്ന സമയത്ത് ഈസിലി അത് കൊളാപ്സ് ആയി പോവുകയാണ് ചെയ്യുക. ഓക്കെ. ഇൻ ഫ്ലാഷ് ബട്ട് ടു മെറ്റൽ പീസ് ആർ ഹെൽഡ് ഇൻ കണ്ടക്റ്റീവ് ക്ലാംപ്സ്. ഓക്കെ. ഫ്ലാഷ് ബട്ടിൽ നമ്മൾ കണ്ടക്റ്റീവ് ക്ലാംപ്സ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫംഗ്ഷനിൽ പഠിച്ചതാണ്. ഫ്ലാഷിംഗ് ആക്ഷൻ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്, അതായത് ആ ഒരു ഇങ്ങനെ അടുത്തേക്ക് വരുന്നു, അടുത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്ന സമയത്ത് ഫ്ലാഷ് ഉണ്ടാവും. നമ്മൾ സ്പാർക്ക് പ്ലഗിന്റെ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ് വരുന്നത്. ഓക്കെ. ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ജനറലി നോട്ട് റെക്കമെൻഡ് ഫോർ കാസ്റ്റ് അയൺ, ലിഡ് ആൻഡ് സിങ്ക് അലോയ്സിൽ നമ്മളത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. എ കോമൺ ഡിഫക്റ്റ് ഇൻ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്, കാരണം ഇത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഹീറ്റ് വരില്ല, അപ്പൊ അവിടെ ഒരു ബൾജിങ് ഉണ്ടാവും. ഓക്കെ. ഇങ്ങനത്തെ രണ്ട് വെൽഡ് ഒന്നും ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് പോകും, ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ ഒരു ബൾജിങ് ഉണ്ടാവും, അതാണ് അവിടുത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ബട്ട് ഓർ അപ്സെറ്റ് വെൽഡിംഗ് ദ മെറ്റൽസ് ടു ബി വെൽഡഡ് ആർ ബ്രോട്ട് ഇൻ കോൺടാക്ട് ആൻഡ് ഓക്കെ. കാരണം ഇതിന്റെ പോലെ തന്നെയാണ് ഈ പറയുന്ന അപ്സെറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാഷ് പോലെ തന്നെയാണ്. ബട്ട് അവിടെ ഫ്ലാഷിംഗ് വരില്ല, സാധാരണഗതിയിൽ നമ്മൾ കോൺടാക്ട് വരുന്നു മാത്രം. കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലാഷ് ബട്ട് ആൻഡ് അപ്സെറ്റ് എന്ന് പറയുന്നത് അപ്സെറ്റ് വെൽഡിംഗ് എലിമിനേറ്റ് ദ ഫ്ലാഷിംഗ് ഡ്യൂ ടു കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളതാണ്. അടുപ്പിച്ച് നിർത്തിയിട്ടാണ് അവിടെ ചെയ്യുക. ഹീറ്റ് ഇൻ ബട്ട് ഓർ അപ്സെറ്റ് വെൽഡിംഗ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു എന്നാണ് റെസിസ്റ്റന്റ് അറ്റ് ദി കോൺടാക്ട് സർഫേസസ്. ഓക്കെ. ബട്ട് ഓർ അപ്സെറ്റ് വെൽഡിംഗ് ഇൻ ലിമിറ്റഡ് പാർട്സ് ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ്, അതായത് 200 to 250 mm² വരെയാണ് നമ്മൾ ഈ പറയുന്ന ബട്ടൺ അപ്സെറ്റ് വെൽഡിംഗ് ചെയ്യുക. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ. ഇനി ഇത് കൂടാതെ നമ്മൾ പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് പഠിച്ചിരുന്നു. പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആകെ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറഞ്ഞാൽ 600 m/s അതുപോലെ തന്നെ 20,000 ഡിഗ്രി കെൽവിനുമാണ്. അത് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട്, അതായത് ഒരു റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പോയിന്റ്സ് കവറപ്പ് ചെയ്തു. ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ക്ലാസ് ജസ്റ്റ് നോക്കിയാണ്, അത് വലിയ ഡിഫിക്കൽട്ട് ഉള്ള പോയിന്റ് അല്ല. പിന്നെ മെറ്റൽസ് ആൻഡ് അലോയ്സും ഞാൻ ജസ്റ്റ് ലീവ് ചെയ്തിട്ടുണ്ട്, കാരണം അത് നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻ, അത് ജസ്റ്റ് കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് അത്ര ഡിഫിക്കൽട്ട് വരാത്ത ഏരിയ ആണ്. ബേസിക് ഹാൻഡ് ടൂൾസും ഞാൻ തൽക്കാലം ഒന്ന് ബേസിക് ആയിട്ടുള്ള സ്റ്റീൽ റൂൾ മാത്രം കവർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ ആണ് നമ്മൾ ഇന്ന് അതായത് നിങ്ങൾ ഇന്ന് റിവിഷൻ ചെയ്യുന്ന ദിവസമാണെന്ന് അറിയാം. ഫസ്റ്റ് കണ്ടല്ലോ, ആദ്യം നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നു പറയുന്നില്ലേ? ആദ്യം ക്ലാമ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് കറണ്ട് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് പ്രഷർ ചെയ്യുന്നല്ലേ പറഞ്ഞേക്കുന്നത്, അല്ലേ? ക്ലാമ്പിംഗ് ഇൻ ദ സെൻസ് അത് ഇത് തന്നെയല്ലേ, പ്രഷർ കൊടുക്കുക തന്നെയല്ലേ? ഓക്കെ. ഓഫ്കോഴ്സ് എനിക്കും ഓർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവാം, കാരണം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ നമുക്കൊരു ഒറ്റ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊരു 1-1.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തീർക്കുന്നതിന് എല്ലാ ഡിഫിക്കൽട്ടീസും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊരു ക്വിക്ക് റിവിഷൻ ആണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിവിഷൻ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നാളെ കഴിഞ്ഞ് എക്സാം ആണല്ലോ, ഇന്ന് ഞായറാഴ്ചയാണ്, ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ നിങ്ങളൊക്കെ കിടന്നു പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പം നമുക്കൊരു 2 മണിക്കൂർ. ഓക്കെ. ഫ്ലാഷ് ബാക്ക് ബാക്ക്ഫയർ വിത്ത് സിലിണ്ടർ ക്ലോസസ് ഫസ്റ്റ്, അത് പ്ലാന്റിന് അനുസരിച്ചും സിലിണ്ടർ അനുസരിച്ചും മാറ്റം വരും. ഐ തിങ്ക് ഒന്നിൽ അസിൻ ഒന്നിൽ ഇതാണ് വരും, ഒന്നിൽ ഓക്സിജൻ ആണ് വരുന്നത്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ അതിന്റെ ആൻസർ ഇപ്പോൾ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അല്ല, ഡിപ്പെൻസ്, അത് ഓക്സിജൻ ആണോ ഓക്സിജൻ ആണോ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദി പ്ലാന്റ് ഓർ സിലിണ്ടർ എന്നുള്ള രീതിയിലാണ്. പ്ലാന്റിന് അറിയണം, സിലിണ്ടറിന് അറിയണം. ഞാൻ ഓൾറെഡി എടുത്തതാണ്, ബട്ട് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാം.
ലൈവിൽ പറയുന്ന ഒരു കാര്യം തെറ്റാൻ പാടില്ലല്ലോ. ഓക്കെ, ഓക്കെ. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതാം. ലാസ്റ്റ് ടൈം നാളെയും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ റിവിഷൻ ചെയ്യാം. നാളെ രാത്രി കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങുക, നല്ല ഉറക്കം, ഉറങ്ങിയതിന് ശേഷം മാത്രം പോയിട്ട് പരീക്ഷ എഴുതും. ഓക്കെ, നമ്മൾ ആ ഉറക്കം ഇല്ലാണ്ട് അവിടെ പോയിട്ട് ഉറക്കം തോന്നുന്നൊരു അവസ്ഥ വരരുത്. രാവിലെ അല്ലേ പരീക്ഷ വന്നിരിക്കുന്നത്? 7 മണിക്കല്ലേ? എത്ര മണിക്ക് പരീക്ഷ? ഇത്തവണ എത്ര മണിക്കാ? 7 മണിക്കാണ്. കൂൾ ഓഫ് ടൈം കുറച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 20 മിനിറ്റ്സ് എങ്ങാണ്ട് ആക്കിയിട്ട് തോന്നുന്നു അല്ലേ? കൂൾ ഓഫ് ടൈം 20 മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും ഇന്ന് തന്നെ ഹാൾ ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് വെക്കുക. എല്ലാവരും പ്രിന്റ് എടുത്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ഇനി ലാസ്റ്റ് ടൈമിലേക്ക് വെക്കണ്ട. PDF ഷെയർ ചെയ്തിട്ടുണ്ടോ? അതിനെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഗ്രൂപ്പിലല്ല, നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്. നമ്മൾ കുറെ മോക്ക് ടെസ്റ്റ് ചെയ്തില്ല, അതെല്ലാം കൂടെ മറിച്ച് ചെയ്ത്, അതാണ് ഞാൻ ഇന്നലെ 1-2 പേരോട് ചോദിച്ചിരുന്നല്ലോ. എനിക്കത് പദാവതിനാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചതെന്ന് തോന്നുന്നു അല്ലെ? നമുക്ക് ആ ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്നും കൂടെ റിവിഷൻ ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ മറിച്ച് ചെയ്തത്. അതാണ് ഇച്ചിരി സമയം എടുത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് വെക്കുക. നന്നായി പരീക്ഷ എഴുതുക. അതെ, നമ്മളിപ്പം എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ നിമിയുടെ അസൈൻമെന്റ് ബുക്ക് മൊത്തം കവർ ചെയ്തു. അത് നമ്മുടെ റെക്കോർഡ് സെക്ഷനിലുണ്ട്. ഏഷ്യന്റെ ഈ സിലബസിലുള്ളത് മൊത്തം കവർ ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഫുള്ള് കവർ ചെയ്തു, എല്ലാ യൂണിറ്റും. പിന്നെ കംപ്ലീറ്റ് ന്യൂ സെക്ഷൻസ് വിത്ത് ന്യൂ ക്വസ്റ്റ്യൻ. ഇതാണ് പുതിയ ഫോർമാറ്റിൽ പോയത്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോവാമോ അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് ആ സമയം നമ്മുടെ ആയണം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വല്ല മൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെയുള്ള ലാസ്റ്റത്തെ മോഡലൊരു റിപ്പയറിംഗ് എന്ന സാധനം. അത് റെക്കോർഡറിൽ ഓർഡർ കിടക്കിട്ടാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. എഫക്ട് ഓഫ് റീഹീറ്റ് അങ്ങനത്തെ മിക്കവാറും ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഭാഗത്തുനിന്ന് വരുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി ഉള്ള ഒരു ഔട്ട്കം ആയിരിക്കും അവിടെ നിന്ന് വരിക. അപ്പോൾ ജസ്റ്റ് പ്രീ ഹീറ്റിങ്ങിന്റെ ഏരിയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓൾറെഡി നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഇല്ല, ഇനി നാളെ മറ്റന്നാൾ പരീക്ഷയിലോ നാളെ ഒന്ന് കൂളായിട്ടിരിക്കും, ഫ്രീ ആവും നാളെ. അതുകൊണ്ട് ഇന്ന് വെച്ച്. ഓക്കെ, 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 ബൈ.